ഇങ്ങനെയുള്ള ബ്രദറെ ഒന്ന് ഇത് മ്യൂട്ട് ചെയ്തോളൂ സന്തോഷ് ബ്രദർ. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ കൊണ്ട് പലരും ആകുലപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് സന്തോഷ് ബ്രദറെ മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ ഈ സമയങ്ങളിൽ ഇങ്ങനെയുള്ള ദുരാത്മാക്കളുടെ പ്രവർത്തനം അവർക്കത് ഈവിൾ സ്പിരിറ്റ്സും തന്നെയാണ്. യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ളത്, യേശുക്രിസ്തു ഒരിക്കലും മരിച്ച ഒരാളുടെ ആത്മാവിനെ പുറത്താക്കിയതായിട്ട് നമ്മൾ കാണുകയില്ല. മരിച്ചുപോയ മനുഷ്യരുടെ ആത്മാക്കൾ ഈ ഭൂമിയിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നതായിട്ട് ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തു പുറത്താക്കിയതൊക്കെ ദുരാത്മാക്കളെയാണ്, ഈവിൾ സ്പിരിറ്റ്സിനെ, ഡീമോണിക് സ്പിരിറ്റ്സ് എന്ന് പറയും. സോ ഈ ഡീമോൺ എന്ന് പറഞ്ഞാൽ നോളജബിൾ ബീയിങ്സ് എന്നാണ് അർത്ഥം. എന്തുകൊണ്ടാണ് നോളജബിൾ ബീയിങ്സ് എന്ന് പറയുന്നത്? കാരണം അവര് ആദ്യകാലം മുതലേ ഉണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്കറിയാം. ദേ ആർ സ്പിരിറ്റ്സ്, ദേ ഡോണ്ട് ഹാവ് എ ബോഡി. സോ ഇങ്ങനെയുള്ള ഈ സ്പിരിറ്റ്സ് ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ, സ്മെൽ, ശബ്ദം, അനക്കം, സ്വപ്നങ്ങള്, ഇങ്ങനെ പല പരിപാടികളും അങ്ങനെയുള്ള വീടുകളിൽ നടക്കാറുണ്ട്. പക്ഷേ ഏറ്റവും സങ്കടകരമായ കാര്യം, ക്രിസ്ത്യൻ ഹൗസസിനെ പറ്റി മാത്രം ഞാൻ പറയുകയാണെങ്കിൽ, അവര് പോയിട്ട് പള്ളിയിൽ അച്ഛനോട് പറയും, പാസ്റ്ററോട് പറയും, ഇങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ വീട്ടില് മരിച്ച ആളുടെ ശബ്ദം കേൾക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം അവര് തിരിച്ചു പറയുന്നത്, അങ്ങനെയൊന്നും പറയരുത്, അങ്ങനെയൊന്നും പറയരുത്, അതൊക്കെ നിങ്ങളുടെ തോന്നല് മാത്രമാണ്, നമ്മള് കർത്താവല്ലേ നമുക്കുള്ളത്. അപ്പോ അതായത് അശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ നിഷേധിക്കുക, അങ്ങനെ ഇല്ല എന്ന് പറയുക. പക്ഷെ ബൈബിൾ അങ്ങനെയല്ലല്ലോ പറയുന്നത്. ബൈബിൾ അങ്ങനെയല്ല. ബൈബിളില് അശുദ്ധാത്മാക്കളുടെ സാന്നിധ്യം കാണുന്നുണ്ടല്ലോ. അത് ലോകത്തിലുണ്ട്. യേശുക്രിസ്തു എത്ര തവണ അവരെ പുറത്താക്കി, അപ്പോസ്തലന്മാര് പുറത്താക്കി. സോ കർത്താവ് നമുക്ക് ആ വരം തന്നിട്ടുണ്ട്. സോ ശുദ്ധാത്മാക്കൾ ഇല്ല, ക്രിസ്ത്യാനികളുടെ വീട്ടിൽ അവര് കയറി വരില്ല, ക്രിസ്ത്യാനികളെ അവരൊന്നും ഉപദ്രവിക്കില്ല എന്നൊരിക്കലും പറയരുത്. ദേ കനോട്ട് പൊസസ് us. പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയെ ആ വ്യക്തിയിൽ കയറി പൊസസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ദേ ഓൾവേസ് ദേ ആർ അറൗണ്ട്. അപ്പൊ താങ്കൾ ഈ പറഞ്ഞത് മണം, ഓക്കെ, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. എൻ്റെ ഒരു വളരെ മൂത്ത ഒരു വലിയ അമ്മാവന്റെ വീട്ടില് വളരെ സ്നേഹമായിട്ട് വല്ലപ്പോഴൊക്കെ ഞാൻ ചെല്ലുമ്പം ആ അപ്പച്ചൻ ഇങ്ങനെ പറയും, നമ്മുടെ കുടുംബക്കാരൊക്കെ വരുമ്പോ കുന്തിരിക്കത്തിന്റെ മണം ഇവിടെ എനിക്ക് അനുഭവപ്പെടുന്നു എന്ന് പറയും. അതായത് കുറെ കാലം കഴിഞ്ഞിട്ട് ദൂരെ നിന്നൊക്കെ ഉള്ളവർ കാണാൻ പറ്റും അപ്പച്ചൻ. എന്നിട്ട് പുള്ളിക്കാരൻ പറയും, മരിച്ചുപോയ നമ്മുടെ വല്യപ്പനെയും വല്യമ്മയും അവരൊക്കെ ഇവിടെ വരുന്നത് കൊണ്ടായിരിക്കും. കാരണം മരണവും കുന്തിരിക്കവും വളരെ കണക്റ്റഡ് ആണ്. മരിച്ച വീട്ടിൽ കുന്തിരിക്കം പോയിക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് ചില കുടുംബങ്ങൾ, ചില സഭകളിൽ. അപ്പൊ പറയുന്നതാണ്, മരിച്ചുപോയ വ്യക്തികളും ഇവിടെ വരുന്നത് കൊണ്ടായിരിക്കാം ഞങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പം അദ്ദേഹത്തിന് കുന്തിരിക്കത്തിന്റെ സ്മെല്ല് അനുഭവപ്പെടുന്നു. അദ്ദേഹത്തിന് മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ. ഞങ്ങളോട് ചോദിക്കും, കുന്തിരിക്കത്തിന്റെ സ്മെല്ല് വരുന്നില്ലേ? ഞങ്ങൾ പറയും ഞങ്ങൾക്കില്ല, പക്ഷെ അദ്ദേഹത്തിന് അത് അനുഭവപ്പെടുന്നു. സോ ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ ഈ ഭൂമിയിൽ, ഒരുപക്ഷെ നമുക്കിങ്ങനെ പറയാം, വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എവരിത്തിങ്. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഉത്തരമില്ല. പക്ഷേ ഇതിനെല്ലാം അല്ലാതെ ലോകത്തിന് ഉത്തരമുണ്ടാവില്ല. ദൈവത്തില് ബൈബിളിൽ വിശ്വസിക്കാത്തവർക്ക് ഇതൊക്കെ ഭയപ്പെടുത്തുകയും അവരോടിപ്പോയിട്ട് ചെയ്യുന്ന എന്താണ്, ഒരു മന്ത്രവാദിയെ കണ്ടുപിടിക്കും, പ്രശ്നം വെപ്പിക്കും. ഇത് ക്രിസ്തീയ കുടുംബങ്ങളിലൊക്കെ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന ഒരു ഇത്രയും മനസ്സിലാക്കുക, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഈവിൾ സ്പിരിറ്റിനും നിങ്ങളെ പേടിപ്പിക്കാൻ കഴിയുകയില്ല. ഈ ഈവിൾ സ്പിരിറ്റ്സിനോട് സംസാരിക്കാനും അവരോട് കമാൻഡ് ചെയ്യാനുമുള്ള ആ പവർ നമുക്കുണ്ട്. കാരണം ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് ടു ഗോ. ആ അതോറിറ്റി വെച്ചിട്ട് നമ്മൾ പറയണമെന്ന് മാത്രം. പേടിച്ചല്ല പറയേണ്ടത്. സർപ്പങ്ങളെയും പാമ്പുകളെയും ചവിട്ടുവാൻ
മർക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, പാമ്പിനെയും തേളിനെയും നിങ്ങൾ കയ്യിലെടുക്കും. പുറത്തൂടെ പോകുന്ന ചേരനെയും മൂർഖനെയും പിടിക്കുന്നല്ല പറയുന്നത്. പാമ്പ്, തേള് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈവിൽ സ്പിരിറ്റ്. അത് തന്നെയാണ് 95 സങ്കീർത്തനത്തിലും പറയുന്നത്. സോ ഗോഡ് ഹാസ് ഗിവൺ us the power and authority. ഇത്തരം പാമ്പുകളെയും തേളുകളെയൊക്കെ പിടിച്ച് അതിന്റെ സ്ഥലത്തേക്ക് പറഞ്ഞു വയ്ക്കാനുള്ള പവർ നമ്മുടെ വാക്കിനുണ്ട്. കാരണം എന്താണ്? ദൈവം നമ്മോട് കൂടെ. നമ്മളത് വാക്കുകൊണ്ട് പറയുന്നു, ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, ദൈവം ആ പ്രവൃത്തി ഇറ്റ് ഈസ് ഹിസ് പവർ. നമ്മുടെ കൂടെ നിൽക്കുന്ന ആളെ കാണുമ്പോൾ പിശാചിന് ഓടാതിരിക്കാൻ പറ്റത്തില്ല. ഇത് അനുഭവങ്ങൾ ഞാൻ അനേക സംഭവങ്ങൾ ഉണ്ടായിട്ട് എൻ്റെ ജീവിതത്തിൽ. അതൊന്നും ഞാൻ പറഞ്ഞിവിടെ സമയം കളയുന്നില്ല. ഇത്രയും ഇവിടെ ഇരിക്കുന്ന ക്രിസ്ത്യാനി സമൂഹത്തിനോടും കൂടി ഞാൻ പറയുകയാണ്. ഇത് ഞാൻ പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഇത് വലിയ ഒരു കോളേജാണ് കാരുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, കോയമ്പത്തൂരുള്ള. ഞാനൊരു മീറ്റിങ്ങിന് പോയപ്പോൾ അവിടുത്തെ ഒരു സീനിയർ പ്രൊഫസർ, എൽഡർലി പേഴ്സൺ, അദ്ദേഹം ഒരിക്കൽ എന്നോട് ആ മീറ്റിംഗിൽ വെച്ച് പറയുണ്ടായി, ഇത്രയും സീനിയർ പ്രൊഫസർ, ബിലീവർ, ക്രിസ്ത്യൻ, പ്രസംഗിക്കാനൊക്കെ പോകുന്ന ഒരാളാണ് അദ്ദേഹം പോലും. ഈ ഈവിൾ സ്പിരിറ്റിന്റെ കാര്യത്തില് അദ്ദേഹത്തിന് ഒരു എഡ്യൂക്കേഷനും ഉണ്ടായിരുന്നില്ല. ഇവ ഷെയറിങ് ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞപ്പോ അദ്ദേഹം പറയാ, ഇതെങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? ഈ സയന്റിഫിക് യുഗത്തില് ഈവിൾ സ്പിരിറ്റ്സ് ഉണ്ടോ? അത് എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, സാറേ, നിങ്ങൾ ബൈബിളല്ലേ നിങ്ങൾ വായിച്ച് പ്രസംഗിക്കുന്നത്? യേശുക്രിസ്തു ചെയ്ത അതേ കാര്യം ശിഷ്യന്മാര് ചെയ്തില്ലേ? അതേ കാര്യം നമുക്ക് ചെയ്യാം, വിശ്വസിക്കുക. അപ്പോ അദ്ദേഹം പറയുന്നില്ല, ഇതുണ്ടെന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നു? ആലോചിച്ച് നോക്കൂ. ഇത്രയും ബൈബിൾ വായിച്ച ആള് പറയുകയാണ്, ഇങ്ങനെ ഈവിൾ സ്പിരിറ്റ്സ് ഈ ലോകത്തിൽ ഉണ്ടെന്ന് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? സോ വേറെ കുറെ പേർക്ക് ഇതൊരു കോൺഫ്ലിക്റ്റ് ആണ്. ദൈവം മാത്രമേ ഉള്ളൂ, മനുഷ്യൻ മാത്രമേ ഉള്ളെങ്കിൽ പിന്നെ ഈ ലോകത്തിൽ ഒരു ദുഃഖത്തിന്റെ കാരണമില്ല. പിശാചുള്ളത് കൊണ്ടാണ് ഇത്രയധികം ദുഃഖങ്ങൾ. പിശാചിന്റെ പ്രേരണയിൽപ്പെട്ട് മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളാണ് ദുഃഖത്തിന് ആധാരം. ബട്ട് ദാറ്റ് കൂടുതൽ സയന്റിഫിക് മൈൻഡും കൂടുതൽ എഡ്യൂക്കേഷനും വരുമ്പോൾ ബൈബിളിന്റെ വാല്യൂ അല്ലെങ്കിൽ ബൈബിളിനെ സെലക്റ്റീവായിട്ട് വിശ്വസിക്കുന്ന ഒരു പരിപാടി ഒക്കെ നമ്മൾ കാണുന്നതാണ്. ഓക്കെ, കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. സന്തോഷം. വീരു പോയോ സിസ്റ്റർ? വീരു എന്റെ തൊട്ട വീടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ നുണയൊക്കെ കേട്ടുകൊണ്ടിരുന്നത്. വീരു സഹോദര എന്റെ അടുത്ത വീടായിരുന്നോ? വീരുവിന് എന്നെ കുറിച്ച് എന്താ അറിയാ? ഇതാണ് മുസ്ലിം സഹോദരൻ. മുസ്ലിം ആ കെട്ടിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ എങ്ങനെയൊക്കെ തോന്നുക നിങ്ങൾക്ക്? കേട്ടായിരുന്നു സിസ്റ്ററെ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ ഹിന്ദു വിശ്വാസം കൊണ്ട് നടക്കുന്നത് ക്രിസ്ത്യാനികളാണ്. കാരണം മരിച്ച് ഒരു സ്ഥലത്ത് കണ്ടു കഴിഞ്ഞാൽ ആ പാമ്പഴി പോയില്ല. ഞങ്ങളുടെ സഭയിൽ നിന്നാണെങ്കിൽ ഞങ്ങള് അടർതി കഴിഞ്ഞപ്പം ശവക്കോട്ടയിലെ പോകണം. അപ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്ക് വന്ന ഒരു അമ്മാവ് പറയുക, എനിക്കതിലെ പോകാൻ പേടിയാണ്. ഞാൻ മനസ്സിലിങ്ങനെ ചിന്തിച്ചു, മനുഷ്യനെല്ലാം ഹിന്ദു. നമ്മള് യേശുക്രിസ്തുവിന്റെ അടക്കം കഴിഞ്ഞ് കഴിയുമ്പം കല്ലറയിൽ മറിയ ചെല്ലുന്നത് ഇരുട്ടുള്ളപ്പോഴെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരാണെങ്കിൽ ഒരു മനുഷ്യൻ അങ്ങോട്ട് പോവുമോ? കാരണം അവരുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും അല്ലേ? അവരങ്ങനെ ചെറുപ്പം മുതലേ പഠിക്കാത്തതുകൊണ്ട്. നമ്മൾ ഈ ചെറുപ്പം മുതലേ ഇങ്ങനെയുള്ള ഈ ഇത് കേട്ട് 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 നമ്മുടെ മനസ്സിൽ അത് പതിഞ്ഞു പോയതുകൊണ്ടായിരിക്കാം അല്ലേ? എന്നെ സംബന്ധിച്ച് എനിക്കില്ല കേട്ടോ, എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. കാരണം ഈ നിരീശ്വരവാദികൾക്ക് എന്ന് പറഞ്ഞാൽ അവർക്കും ഒടുക്കത്തെ പേടിയുള്ളവന്മാരാ. കാരണം ഞാൻ രാത്രി 12 മണി 1 മണിക്ക് ആകുമ്പോൾ ഒരു സ്ഥലം വഴി നടന്നു പോകുമ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു നിരീശ്വരവാദി ഉണ്ടായിരുന്നു. പുള്ളി എന്നോട് ചോദിക്കും, എടാ എങ്ങനെയാണ് നീ അതിലേക്ക് പോകുന്നത്? നിരീശ്വരവാദിയുടെ ഉള്ളിലും അവന് കൊടുക്കുന്ന പേടിയാ. എനിക്ക് തോന്നുന്നത് ലോകത്ത് ഏറ്റവും പേടിച്ചോറന്മാര് നിരീശ്വരവാദികളാണ്. ദൈവം ചുമ്മാ പറയും. ഓക്കെ സിസ്റ്റർ, നല്ല ഒരു മറുപടി തന്നു. മറ്റുള്ളവർക്കും അത് പ്രയോജനമായിപ്പോയിട്ടു. താങ്ക് യു.
നാസ്റ്റിൻ ബ്രദർ വീരുവിനെ ഒന്ന് മേലെ എടുത്ത സിസ്റ്റർ വീരുവിനെ എന്നെ കുറിച്ച് എന്താ മനസ്സിലാക്കിയിരിക്കുന്നു ചോദിക്കും. വീരുവിനെ വീരു എടുക്കാം. മേലെ വാ. ഐ തിങ്ക് വീരുവിനെ ആരോ പുറത്താക്കി എന്ന് തോന്നുന്നു. ഇവിടെ ഇരിക്കുന്ന ഒരു സിസ്റ്ററോട് ഒരുമാതിരി വർത്താനമൊക്കെ അയാൾ പറയും, അതുകൊണ്ടായിരിക്കും ആക്കിയത്. ചുരിദാർ മേടിച്ചോ സാരി മേടിച്ചോ എന്നൊക്കെ ആ സിസ്റ്ററുടെ വന്നാൽ ആ സിസ്റ്ററെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് വീരുവിന്. അപ്പൊ അതുകൊണ്ടായിരിക്കും ആരോ പുറത്താക്കിയെന്ന് തോന്നുന്നു. ഓക്കെ, വീരു അംബാസിഡറിന്റെ നെയ്ബർ ആയിരുന്നോ? എനിക്ക് അറിയില്ല ഈ പുള്ളി എവിടത്തെയാണെന്ന്, എവിടത്തെ കാരനാണെന്ന് തന്നെ അറിയില്ല. എന്റെ സഹോദരൻ അഫ്സൽ ഇവിടെ ഉണ്ടല്ലോ, എത്ര ക്ലബിലാണ് ഞങ്ങൾ നേരിട്ട് മുട്ടിയത്. ഞങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു ഗ്രൂപ്പ് പണ്ട് ഞങ്ങൾ ഈ ക്ലബ് ഹൗസ് ഒക്കെ വരുന്ന മുമ്പ് ഞങ്ങൾ വാട്സപ്പിൽ എന്നെ മാറ്റുവാൻ വേണ്ടി അവൻ ഗ്രൂപ്പ് തുടങ്ങി. എന്നെ മാറ്റാൻ ഞങ്ങൾ അങ്ങനെ നമ്മുടെ അനിൽ ബ്രദർ, ഗുരുജി ബ്രദർ, അങ്ങനെ എത്ര പേരാണ് അറിയോ ആ ഗ്രൂപ്പ്. ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ദർശനം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ്. നമ്മുടെ അച്ഛൻ ബ്രദർക്ക് അതിലാണ്, അച്ഛൻ കുഞ്ഞു ബ്രദർക്ക് അതിലാണ് വരുന്നത്, എല്ലാം പരിചയപ്പെടുന്നത്. അതിൽ എത്ര പേരാണ് അറിയോ പരിചയപ്പെട്ടത്. ഇവനൊരു എന്തെങ്കിലും അറിയോ എന്നെ കുറിച്ചിട്ട്? ഈ വീരുവിന് ഇവിടെയുള്ള ഇപ്പൊ നിസ്സു ആയിക്കോട്ടെ, ഞങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര എന്നെ ഇതാക്കും. അവനൊന്നും അറിയില്ല, ആരാണ് ഞാൻ എന്താണെന്നുള്ളതൊന്നും അറിയില്ല. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ ആർക്കെങ്കിലും? വീരു പോയില്ല, വീരുവിനെ എടുത്ത് കളഞ്ഞു. വന്നോ? ഇല്ലില്ല, വീരു പോയോന്ന് നാസിൻ ബ്രദർ ചോദിക്കുന്നു. വീരു പോയതല്ല, വീരു ആരെങ്കിലും എടുത്ത് കളഞ്ഞതായിരിക്കും. വീരു പോയതാണോ എടുത്ത് കളഞ്ഞതാണോ? വീരുവിനെ ഞാൻ യൂഷ്വലി കളഞ്ഞതായിരിക്കും. എടുത്ത് കളയാറുണ്ട്, ഇന്ന് ഞാൻ കളഞ്ഞില്ല. വീരു ഇങ്ങനെ കമന്റ് ഇട്ട് മനുഷ്യനെ അങ്ങ് മുഷിപ്പിക്കും. അപ്പൊ വീരുവിനെ പിന്നെ എടുത്ത് കളയും. SR ബ്രദറിന് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ കേട്ടോ. SR ബ്രദറെ, ബൈബിളിലുള്ള ചോദ്യങ്ങളോ ബൈബിള് വായിക്കുമ്പോഴുള്ള ചോദ്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. വേറെ താഴെ ഇരിക്കുന്ന ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ ചോദിച്ചോളൂ, മറ്റുള്ളവരുണ്ടെങ്കിൽ എടുത്തോളൂ. കുഴപ്പമില്ല. ഞാൻ സംശയമുള്ളപ്പോൾ ചോദിക്കാൻ വിചാരിച്ചാ. ഞാൻ ബൈബിൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെതായ സംശയങ്ങളുള്ളപ്പോൾ ചോദിക്കാം. അപ്പോൾ സ്വപ്നത്തെക്കുറിച്ച് അതാണ് ചോദിക്കാൻ കാരണം. ഞാൻ ഇന്നലെയും SR ബ്രദറിനോട് പറയാനിരിക്കുകയായിരുന്നു. SR ബ്രദറെ, മറ്റേ ഉൽപ്പത്തി പുസ്തകം വായിക്കുന്നതിന്റെ കൂട്ടത്തിലെ സമയം കിട്ടുമ്പം മത്തായിയുടെ സുവിശേഷം, ഗോസ്പൽ ഓഫ് മാത്യുവും കൂട്ടത്തിൽ വായിക്കുക. അപ്പം ഉൽപ്പത്തി മാത്രം സ്റ്റാർട്ടിങ് തൊട്ട് വായിക്കുന്നത് നല്ലതാണ്, വായിക്കണം, അങ്ങനെ തന്നെയാണ് വായിക്കേണ്ടത്. പക്ഷെ മത്തായിയുടെ സുവിശേഷം കൂടെ വായിക്കുമ്പോൾ പല കാര്യങ്ങളും, കർത്താവ് പറഞ്ഞ പല കാര്യങ്ങളും ബ്രദറിന് അത് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇന്ന് പോരാളികളൊന്നും ഇല്ലല്ലോ. പോരാളികൾ ഉപവാസത്തിലാണ്. പോരാളികൾക്ക് വരാൻ പറ്റുന്നില്ല. ഡിബേറ്റ് ഉപവാസമാണ് അവർ. അള്ളാഹുവിനെ സംരക്ഷിക്കാനായിട്ടേ
ഇന്നൊരു ഇതില് ഷോർട്ട് മെസ്സേജിൽ ഞാൻ കേട്ടത് ഒരു മുസ്ലിം സുഹൃത്ത്, മുസ്ലിം ഇമാമ് പറയാണ്, ഒരു മൗലവി, നിങ്ങൾ എന്തിനാണ് ഹൈന്ദവ ആൾക്കാരനെ വിമർശിക്കാൻ പോകുന്ന അവരുടെ മതഗ്രന്ഥം? കേട്ടോ നസ്രേൻ ബ്രദർ? അത് പഴയതാണോ പുതിയതാണോ ഇല്ല എനിക്ക് ഇല്ല ഇല്ല അറിഞ്ഞുകൂടാ. പഴയതാണോ? അത് ഞാൻ നോക്കിയില്ല, ശ്രദ്ധിച്ചില്ല. ഞാൻ വീഡിയോ കണ്ടു. അതില് പുള്ളി പറയാണ്, എന്തിനാ നിങ്ങളെ വിമർശിക്കാൻ പോകുന്നത്? അവരെടുത്ത് നമ്മളെയും ഇപ്പൊ വിമർശിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് എന്തിനു ദേഷ്യം വരും? നിങ്ങൾ അവരെ വിമർശിക്കാതിരിക്കൂ. പുള്ളി പറയാണ്. മുസ്ലിയരാ, അത് അബ്ബാസ് ബ്രദർ ഇച്ചിരി പഴയതാ. അത് ഇച്ചിരി പഴയതാ. പഴയതാണല്ലേ? അബ്ബാസ് ബ്രദറെ, അതൊന്നും ഇനിയും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് 1400 വർഷങ്ങൾക്ക് മുൻപേ ചിന്തിക്കണമായിരുന്നു. ഇനി ഹിന്ദുക്കളോ അല്ലെങ്കിൽ നിരീശ്വരവാദികളോ വേറെ ഇതര മതസ്ഥരോ അവര് നിർത്തിയാലും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ വിമർശനം നിർത്താൻ പറ്റത്തില്ല. കാരണം ഖുറാൻ എന്ന് പറയുന്ന ഈ പുസ്തകം തന്നെ ബൈബിളിനെതിരെ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. ബൈബിളിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട്, ബൈബിളിന്റെ വിശ്വാസത്തെ വിമർശിക്കാൻ വേണ്ടിയിട്ട് എഴുതപ്പെട്ട പുസ്തകമാണ്. നമുക്കത് നിർത്താൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെയും അതേപോലെ തന്നെ മരണത്തിനെയും വിമർശിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ്. അതിപ്പോ അത് പൈശാചികം തന്നെയാണ്. അതിനെ വിമർശിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹു പറഞ്ഞതുപോലെ ആയിപ്പോയല്ലോ ആ കംപ്ലൈന്റ്. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അവരുടെ ദൈവങ്ങളെ ചീത്ത പറയരുത്. നിങ്ങൾ അവരുടെ ദൈവങ്ങളെ ചീത്ത പറഞ്ഞാൽ അവർ എന്നെ ചീത്ത പറയും, അതിനെ കത്തിക്കാൻ പറ്റില്ല എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് പോലെ. അല്ലേ? തീർച്ചയായിട്ടും. ലേ സിസ്റ്റർ, നമ്മുടെ രാവിലത്തെ ഇന്നലത്തെ റൂമില് നമ്മുടെ സുനിൽ ഡോക്ടർ എടുത്തൊരു കൂട്ടം ഹദീസുകളുടെ ശേഖരത്തിന്റെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് മുഹമ്മദിൽ അള്ളാഹുവിന്റെ ദൂതന്മാർ നടത്തിയ ശസ്ത്രക്രിയ, അതായത് അള്ളാഹുവിന്റെ ജൂനിയർ ഡോക്ടറിന് തുല്യമായിട്ടുള്ള ഹൗസ് സർജൻസുമാര്, പിന്നെ അവസാന അറ്റൻഡർമാര് വരെ പുള്ളിക്കിട്ട് സർജറി ചെയ്തിട്ടുണ്ട്. അത് സുനിൽ ഡോക്ടർ വളരെ വിശദമായിട്ട് ഈ മെഡിക്കൽ ടേംസ് ഒക്കെ വെച്ചിട്ട് വളരെ കൃത്യമായിട്ട് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന ഒരു വീഡിയോ ആണ്. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കണം. വളരെ ഇൻഫോർമേറ്റീവ് ആണ്, അതുപോലെ നല്ല രസമാണ് കേൾക്കാൻ. സുനിൽ ഡോക്ടറുടെ ഒരു ശൈലിയും കൂടെ ചേർന്ന് വരുമ്പോൾ നല്ല രസമാണത്. ലീ സിസ്റ്റർ ഇല്ലായിരുന്നു, നമ്മൾ ഒരുമിച്ചിരുന്നപ്പോഴല്ലേ അത് എടുത്തേ? അതെ അതെ, ഞാൻ കുറച്ച് ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. അത് എവിടെയാ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്? ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്, എന്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. നാസൻ ബ്രദറെ, അതിനകത്ത് ഈ സുനിൽ ഡോക്ടർ പറയുന്നത് കേട്ട് കഴിഞ്ഞാല് ഈ മെയിൻ ഡോക്ടർ മുതല്, അതായത് നമ്മുടെ സർജൻ മുതല് ഇങ്ങ് താഴെ അറ്റൻഡർ വരെ അതിനകത്ത് സർജറി ചെയ്തിട്ടുണ്ട്. അതായത് ദൂതന്മാരുടെ ഓരോ ടൈപ്പ് ദൂതന്മാര് വന്നിട്ട് പുള്ളിയുടെ ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നുണ്ട്. അത് ടോട്ടലി 4 or 5 പ്രാവശ്യം ഇത് വ്യത്യസ്തമായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. സന്തോഷ് ബ്രദർ എന്തോ പറയാൻ വന്നതാണോ? ആയിരുന്നു വിഷയം വേറെയാണ്. ബൈബിളിൽ ഒരു സംശയമാണ്, ചോദിച്ചോട്ടെ? പറയൂ ബ്രദർ. ഈ ലോകാവസാനത്തെ പറ്റി പറയുമ്പോഴേ കർത്താവ് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടോ? സൂര്യനും ചന്ദ്രനും ചില അടയാളം. ഒറ്റയ്ക്ക് പറയാം, എനിക്ക് കേൾക്കാത്തതാണോ അതോ? കേൾക്കുന്നില്ല? ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ ക്ലിയർ ആണ്. കേൾക്കാവോ? ക്ലിയർ. ഇയർഫോൺ മാറ്റിയായിരുന്നു. ഓക്കെ. ഈ ലോകാവസാനത്തെ പറ്റി പറയുമ്പോഴേ ബൈബിളിൽ കർത്താവ് ചില ലക്ഷണങ്ങൾ പറയുന്നുണ്ടല്ലോ. സൂര്യനും ചന്ദ്രനിലും ചില അടയാളങ്ങൾ കാണുന്നു, കടലിന്റെ മുഴക്കം കൊണ്ട് ഭൂവാസികൾ നിർജീവന്മാരായി പോകും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇത് പലരും പ്രസംഗിക്കും, നാളെ വരും എന്ന് പറയുന്നത് പറയാൻ പറ്റുമോ?
ഇതെല്ലാം കാണണ്ടേ? ഈ പറഞ്ഞിരിക്കുന്ന അടയാളങ്ങളൊക്കെ നമ്മൾ ലോകത്തിൽ കാണണ്ടേ? ഒരു സംശയമായിരുന്നു. മനസ്സിലായിരുന്നോ? ചോദിച്ച മനസ്സിലായിരുന്നോ? ചോദിച്ചോ ബ്രദറെ. ഉള്ള ചോദിച്ച മനസ്സിലായിരുന്നോ? കേട്ടായിരുന്നോ? ഇച്ചിരി ദൂരെ ഡി സിസ്റ്റർ ഉണ്ടോ അവിടെ? ഡി സിസ്റ്ററെ കേട്ടായിരുന്നു? സന്തോഷ് ബ്രദർ ഒരു സെക്കൻഡ്. ഡി സിസ്റ്റർ ഉണ്ടോ? ഡി സിസ്റ്ററെ ആ ഡി സിസ്റ്റർ ഉണ്ടോ? Yes, yes, I'm here. ക്വസ്റ്റ്യൻ ഒന്ന് അറ്റൻഡ് ചെയ്ത് ഞാൻ ഇപ്പോൾ വരാം. ഞാൻ ചോദ്യം കേട്ടു ബ്രദറെ. നാളെ വരും എന്ന് ആരെങ്കിലും പ്രസംഗിക്കുകയാണെങ്കിൽ അത് വളരെ തെറ്റാണ്. കർത്താവ് പറഞ്ഞിട്ടല്ല. അടയാളങ്ങളൊക്കെ നോക്കി നമ്മൾ മനസ്സിലാക്കണം. ബൈബിള് വായിച്ച് നന്നായി മനസ്സിലാക്കി ഒന്നാമത് നമ്മൾ വിശ്വസിക്കണം കർത്താവ് he will come again. പിന്നെ ഒരൊറ്റ വാക്യം മാത്രം ഞാൻ പറയാം. കീപ് ഓക്കുപ്പൈഡ് എന്നൊരു വാക്കുണ്ട് ബൈബിളിൽ. കർത്താവ് വരുന്നത് വരയ്ക്കും കീപ് ഓക്കുപ്പൈഡ്. നമ്മള് കർത്താവ് വരുമെന്നുള്ള വിശ്വാസത്തില് ആകാശത്തേക്ക് നോക്കി മുഴിച്ചു നിൽക്കാനായിട്ടല്ല നമ്മളോട് പറഞ്ഞത്. അല്ലെങ്കിൽ കാലങ്ങളെയും ദിവസങ്ങളെയും കണക്ക് കൂട്ടി കണ്ടുപിടിച്ച് വെളിച്ചപ്പാടന്മാരാകാനായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. കീപ് ഓക്കുപ്പൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കർത്താവിന്റെ ശിഷ്യന്മാരായി നിങ്ങൾക്ക് തന്നിരിക്കുന്ന താലന്തുകൾ ഉപയോഗിച്ച് കീപ് ഓക്കുപ്പൈഡ്. ഒരു ടീച്ചറായിട്ടാണ് നിങ്ങൾക്ക് താലന്ത് തന്നിരിക്കുന്നെങ്കിൽ ആ ടീച്ചിങ് നന്നായി ഉപയോഗിച്ച് കർത്താവിനെ പറ്റിയും നിങ്ങളുടെ ജോലിയും ഭംഗിയായിട്ട് ഈ ലോകത്തെ സേവിക്കുക, മനുഷ്യരെ സേവിക്കുക. മനുഷ്യരെ സേവിക്കുന്നത് ദൈവത്തെ സേവിക്കുന്നതിന് തുല്യമാണ്. മനുഷ്യരെ സ്നേഹിക്കുക. കർത്താവിന്റെ സുവിശേഷം വാക്കുകളിലൂടെ പറയാൻ പറ്റുന്നവർക്ക്, കഴിവുള്ളവർക്ക് വാക്കുകളിലൂടെ, പ്രവർത്തികളിലൂടെ, താലന്ത് കൊടുത്തിരിക്കുന്നവർക്ക് പ്രവർത്തികളിലൂടെ, അവരുടെ സമ്പത്തിലൂടെയാണ് അവര് കർത്താവിന്റെ പ്രവൃത്തിയിൽ ചെയ്യുന്നതെങ്കിൽ സമ്പത്തിലൂടെ. അങ്ങനെ ഏത് താലന്താണോ കൊടുത്തിരിക്കുന്നത് ആ താലന്ത് ഉപയോഗിച്ച് കീപ് ഓക്കുപ്പൈഡ്. കർത്താവ് വരുമ്പോ വരും. ഇന്നാകട്ടെ, നാളെ ആകട്ടെ, മറ്റന്നാളാകട്ടെ. പക്ഷെ അതുവരയ്ക്കും ഇതും പറഞ്ഞുകൊണ്ടിരിക്കാനല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കീപ് ഓക്കുപ്പൈഡ്. ക്ലിയർ ആയോ ബ്രദറെ ഉത്തരം? ആ clear. ഒരുപാട് പേര് ഈ കാലത്ത് വീഡിയോ ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞത് ദൈവത്തിൽ നിന്നല്ലെങ്കിൽ അത് നടക്കത്തില്ല. അങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും ഒഴിവാക്കണം. ഓക്കെ, മക്മൽ വന്നിട്ടുണ്ട്. മക്മലിന് എന്താ പറയാനുള്ളത്? പറയൂ മക്മൽ. ഒരു ഡൗട്ട് ചോദിക്കാനായിരുന്നു സിസ്റ്ററെ. പറയൂ. അതായത് യേശുക്രിസ്തുവിനെ പ്രസവിച്ചത് മറിയാണല്ലോ, വിശുദ്ധ മറിയാം. എവിടുന്നാ വരുന്നതെന്ന് അറിയാമല്ലോ ലീ സിസ്റ്ററെ. അറിയാം. പറയട്ടെ. മക്ബലം കംപ്ലീറ്റ് ചെയ്ത് മക്ബലെ. സഹോദരനാ. ഇങ്ങനെ അത് വേണ്ട. ആണല്ലോ അല്ലേ? അതെ. കന്യകയായ മറിയം. മക്ബലം അതെ, കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് ലീ സിസ്റ്റർ ഇടയ്ക്ക് കയറി കംപ്ലീറ്റ് ചെയ്യും. ബോബി ബ്രദറെ പറയട്ടെ. അവന്റെ കേക്കട്ടെ, അവന്റെ ശബ്ദം. പറയൂ മക്മൽ. കന്യകയായ മറിയം പ്രസവിച്ചു അല്ലേ? അങ്ങനെ പ്രസവിച്ചത് നോർമൽ പ്രസവിക്കുന്ന പോലെ തന്നെ ഗർഭം അതെ. ധരിച്ച് സിസേറിയനൊന്നും ആയിരുന്നില്ല. നോർമൽ ഡെലിവറി ആയിരുന്നു. 9 മാസം ഗർഭം ധരിച്ചിട്ട് തന്നെ അല്ലേ? അതെ. അപ്പൊ സ്വാഭാവികമായിട്ടും കൊച്ചു മാതാവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സ്വീകരിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? എന്തെങ്കിലും ഒന്നും സ്വീകരിച്ചിട്ടില്ല. ബൈബിൾ എന്താ പറയുന്നത് അത് മാത്രം സ്വീകരിച്ചിട്ടുണ്ട്. നോർമൽ പ്രസവത്തില് മാതാവിൽ നിന്ന് സ്വീകരിക്കുന്ന പോലെ പ്രസവത്തിലൊന്നും സ്വീകരിക്കുന്നില്ല. പ്രസവം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരുന്നതാണ്.
അതെ, ഗർഭം ധരിച്ചു. ഗർഭത്തിൽ 9 മാസം വസിച്ചല്ലോ. ഇല്ല, ഇല്ല, ഗർഭം 9 ധരിച്ചു മാസം. എന്ന് പറയുന്ന ഭാഗം താങ്കൾ വായിച്ചിട്ടുണ്ടോ ലൂക്കോസിന്റെ സുവിശേഷത്തില്? ലീ സിസ്റ്റർ അല്ലേ See, 9 മാസം ഗർഭം ധരിച്ചു എന്ന് തീർച്ചയായും പറഞ്ഞത് ലീ സിസ്റ്റർ. 9 മാസം ഗർഭം ധരിച്ചു എന്നല്ല, ഗർഭം ധരിച്ചതിന് ശേഷം 9 മാസം പൂർണ്ണ വളർച്ചയെത്തിയ ശിശുവിനെ പ്രസവിച്ചു. ആ ഗർഭധാരണത്തെ പറ്റി താങ്കൾക്ക് അറിവ് വേണമെങ്കിൽ താങ്കൾ ബൈബിളിൽ 1-ാം അധ്യായം, ലൂക്കോസിന്റെ അല്ല സുവിശേഷം സിസ്റ്ററെ, 1-ാം അധ്യായം വായിക്കണം. സിസ്റ്ററെ 9 മാസം വരെ 9 മാസം ആയപ്പോഴാണല്ലോ പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞായി മാറിയത്, അതെ അതെ, കറക്റ്റ്. അല്ലേ? വായിപ്പിച്ചാലല്ലേ സിസ്റ്ററെ നമുക്ക്? വായിപ്പിക്കാം. മക്മലെ 9 മാസം ഈ കുഞ്ഞിന് വളരേണ്ട ആവശ്യമുള്ള പോഷകങ്ങൾ മാതാവിൽ നിന്ന് സ്വീകരിച്ചില്ലേ? സ്വീകരിച്ചു. പോഷകം മുഴുവൻ മാതാവിൽ നിന്ന് സ്വീകരിച്ചു. മാതാവിൽ നിന്ന് പോഷകങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അല്ലേ? സ്വീകരിച്ചു. അതുണ്ട്. പിന്നെ ചില വിഭാഗങ്ങളുടെ ചർച്ചകളിൽ ഇങ്ങനെ കേൾക്കേണ്ടത് എല്ലാ മാതാവിൽ നിന്ന് ഒന്നും സ്വീകരിച്ചിട്ടില്ല എന്നൊക്കെ പറയുണ്ടായി. അപ്പൊ ഞാനറിയില്ല ഈ സിസ്റ്റർ മാതാവിൽ നിന്ന് ഏത് ചർച്ചയാ ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. ഏത് ചർച്ചയാ? ബോയ് പാസ്റ്ററെ മൈക്ക് ശരിയാക്കണേ. ബോയ് പാസ്റ്ററെ ഹെഡ്ഫോൺ ശരിയാക്കണം, മൈക്ക് ശരി. മക്മലെ ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. മക്മലെ, മറിയം ഗർഭം ധരിക്കണമെങ്കിൽ അവിടെ പുരുഷ ബീജമുണ്ടായിട്ട് സ്ത്രീയുടെ അണ്ഡമുണ്ടായിട്ട് അവിടെ അങ്ങനെ ഒരു സംഭവമില്ല. അവിടെ പുരുഷനില്ല, പുരുഷ ബീജമില്ല. അതുകൊണ്ട് സ്ത്രീയുടെ അണ്ഡവുമായിട്ട് ചേർന്നുള്ള ഒരു എന്താ പറയുക, ജന്മം അവിടെ ഉണ്ടാകുന്നില്ല. ബൈബിളിൽ പറയുന്നത് അവൾ ദൂതൻ പറഞ്ഞ വാക്ക് അവൾ വിശ്വസിച്ചു. അതായത് താൻ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും എന്ന് ദൂതൻ പറഞ്ഞപ്പോൾ മറിയം ഒരു സാധാരണ ഒരു പ്രായപൂർത്തിയായ ഒരു സ്ത്രീ ചോദിക്കുന്നത് പോലെ ചോദിച്ചു, അതെങ്ങനെ സംഭവിക്കും? എന്റെ എൻഗേജ്മെന്റ് ആയി, പക്ഷെ ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ താമസിക്കാനായിട്ട് പോയിട്ടില്ല. ആ ടൈം ആയിട്ടില്ല. കംപ്ലീറ്റ് ചെയ്യട്ടെ. ഒന്ന് മ്യൂട്ട് ചെയ്ത് ഇടയ്ക്ക് കയറല്ലേ? കംപ്ലീറ്റ് ചെയ്യട്ടെ. മാഡം മാഡം പറയും. മക്മൽ ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഇത് അള്ളാഹു ഒരു സ്ത്രീയുടെ ഫർജഹയിലോട്ട് ഊതി ഒരു കൊച്ചിനെ ആ സ്ത്രീയോട് ചോദിക്കാതെ അവളുടെ യോനിയിലോട്ട് ഊതി ഒരു കൊച്ചിനെ ഉണ്ടാക്കുന്ന പരിപാടിയല്ല. മക്മൽ സൂക്ഷിച്ച് ഇത് കേൾക്കുക. അള്ളാഹു കാണിക്കുന്ന വൃത്തികേടും കൊള്ളരുതായ്മയും ഒന്നും ബൈബിളിനകത്തില്ല. അള്ളാഹു ഒരു സ്ത്രീയുടെ യോനിയിലേക്ക് ഊതി ഒരു കൊച്ചിനെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. എന്നിട്ട് പിന്നെ അള്ളാഹു പറയുന്നു, എനിക്കെങ്ങനെ ഒരു കുഞ്ഞുങ്ങൾ ഉണ്ടാകും, എനിക്കെങ്ങനെ ഒരു മകൻ ഉണ്ടാവും, എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ആരും ഇല്ലെന്ന് അള്ളാഹു പറയുന്നുണ്ട് സൂറ 6:101. അങ്ങനത്തെ വൃത്തികേടില്ല. കേൾക്ക്, മര്യാദയ്ക്ക് കേൾക്ക്. കേൾക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കേൾക്കുക. അവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലും വിവരക്കേട് കേട്ടിട്ട് ഇവിടെ വന്നിട്ട് ഓക്കാനിച്ചു കഴിഞ്ഞാൽ നല്ല മര്യാദയ്ക്ക് അള്ളാഹുവിനെ മുഹമ്മദിനെ കൂനിച്ചു നിർത്തിയിടിക്കും ഞാൻ. കേൾക്കാനാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഇടപെടത്തില്ല. കേൾക്കാനാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടപെടത്തില്ല. ലീ സിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞിട്ട് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുക. മക്മൽ അടങ്ങിയിരിക്കൂ. സംശയം പറഞ്ഞതിന് ശേഷം താങ്കൾക്ക് പറയാം. ഒരു പദം മൈക്ക് മ്യൂട്ട് ചെയ്തിട്ട് ലീ സിസ്റ്റർ പറഞ്ഞതിന് ശേഷം താങ്കൾക്ക് അതിനകത്ത് എന്തെങ്കിലും തെളിവ് വെച്ച് പറയാനുണ്ടെങ്കിൽ പറയുക. അല്ലെങ്കിൽ ഞാൻ അള്ളാഹുവിനെ മുഹമ്മദിനെ കൂനിച്ചു നിർത്തി ഇവിടെ ഇടിക്കും. ഞാൻ ഇവിടെ വേറൊരു കാര്യം, ഒരു മീറ്റിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ. മുഹമ്മദിനെ ഞാൻ കുറെ ഇടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മുഹമ്മദിന്റെ മുന്നിലത്തെ 2 പല്ലിടിച്ചു പോയത്. ഉഹുദ് യുദ്ധത്തിൽ 2 പല്ലിടിച്ചു പോയായിരുന്നല്ലോ. സവാരി എടുക്കും. ഞാൻ ഇച്ചിരി തിരക്കിലാണ്, പക്ഷെ മക്മലിന് എന്റെ അറിയാമല്ലോ. അതുകൊണ്ട് പണ്ട് ഉഹുദ് യുദ്ധത്തിൽ മുഹമ്മദിന്റെ 2 മുന്നിലത്തെ പല്ല് എന്താ അജീഷ് ബ്രദർ ഇപ്പൊ വായിച്ചായിരുന്നു. അദ്ദേഹത്തിന്റെ 2 പല്ല് എന്താ വഫാത്തായി. അത് ഞാനായിരുന്നു അത് ഇടിച്ചിട്ടത്. അതുകൊണ്ട് ലീ സിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞിട്ട് ലീ സിസ്റ്റർ പറഞ്ഞു. മക്മലി ചോദ്യം ചോദിച്ചതിന് ഇടയിൽ ആരും കയറല്ലേ പ്ലീസ്. മക്മലി ചോദ്യം ചോദിച്ചതിന് എനിക്ക് വളരെ നന്ദിയുണ്ട് മക്മലിനോട്. കാരണം ഈ സുവിശേഷം വീണ്ടും വീണ്ടും പറയുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ ഭൂമിയിലേക്ക് ദൈവം തന്റെ വചനം അയച്ചു. വചനം ജഡമായി എന്നാണ്. വചനമാണ് ജഡമായത്.
അല്ലാതെ ഏതോ ഒരു പുരുഷന്റെ ബീജമോ ഒരു സ്ത്രീയുടെ അണ്ടമോ ചേർന്നിട്ടൊരു കുഞ്ഞുണ്ടായിട്ടില്ല. അതുകൊണ്ട് വചനം ജഡമായി തീർന്നു എന്ന് പറഞ്ഞാൽ മറിയം വിശ്വസിച്ചപ്പോൾ നീ പറഞ്ഞതുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഇതിനാണ് ഞാൻ പറഞ്ഞത് 1-ാം അധ്യായം 1-ഉം 2-ഉം അധ്യായങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുക. ക്ലിയർ ആയിട്ട് സാവകാശം ഇരുന്ന് മക്മൽ വായിക്കുക. അപ്പൊ മനസ്സിലാകുന്ന കാര്യം എങ്ങനെയാണ് മറിയം ഗർഭം ധരിച്ചത്. പുരുഷന്റെയോ സ്ത്രീയുടെയോ സഹായം അവിടെ ഇല്ല. ഗബ്രിയേൽ മാലാഖ പറഞ്ഞ് ഈ കാര്യം സ്ത്രീയുടെ പറയാൻ സഹായമില്ല. വന്നപ്പോൾ സ്ത്രീയുടെ മക്മലെ സഹായമില്ല. ഇടയ്ക്ക് കയറരുത്. ഗർഭധാരണത്തിൽ സ്ത്രീയുടെ ഒരു സഹായമില്ല. ഓൺലി വില്ലിങ്നെസ്. നീ പറഞ്ഞതുപോലെ എനിക്ക് ഭവിക്കട്ടെ, ഇങ്ങനെയാണ് പറഞ്ഞത്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, മേ ഇറ്റ് ബി ടു മീ ആസ് യു സെഡ്. ഗർഭധാരണ നീ സ്ത്രീയുടെ പറഞ്ഞ കാര്യങ്ങൾ സഹായമല്ലേ? സിസ്റ്ററെ ഇടയ്ക്ക് ഞാൻ ഇവനെ കയറരുത്, താഴെ ഞാൻ പറഞ്ഞു തീരട്ടെ. ഇവനെ ഇല്ല താഴെ കിടക്കണ്ട. ഇല്ല ആ ബ്രദറെ, ഇല്ല ഇനി ലാസ്റ്റ് വാണിംഗ് മക്മലെ, നീ ഇനി ഇടയ്ക്ക് കയറിയാൽ അത് ലീസിസ്റ്ററെ പിന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ എന്തുവാ നമ്മള് പോഷനോട് പിന്നെ പോഷത്തരത്തില് പിന്നെ ആ രീതിയിൽ പോഷനും മുതുകത്തും വടിയെന്ന് ഓക്കെ. സിസ്റ്ററിന് അറിയാമല്ലോ. ലാസ്റ്റ് അതുകൊണ്ട് വാണിംഗ് പ്ലീസ് ആണ്. അടുത്തത് ഞാൻ ലാസ്റ്റ് ഇനി വാണിംഗ്. വടിയെടുക്കാൻ പോവാണ്. ലീ സിസ്റ്റർ ഇനി അവന് പറഞ്ഞു കൊടുക്കണമെന്ന് പ്രത്യേകിച്ച് എനിക്കും ആഗ്രഹമൊന്നുമില്ല, സിസ്റ്ററിനും ഇപ്പൊ ആഗ്രഹം തോന്നുന്നില്ലായിരിക്കും. അതുകൊണ്ട് ഇനി അടുത്തത് വരുന്നത് വടിയാണ്. ഓക്കെ. അപ്പോ മക്മൽ ഇത്രയും മനസ്സിലാക്കുക, നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞതുപോലെയോ അല്ലെങ്കിൽ ഖുറാനിലുള്ളതുപോലെയോ ഒന്നും അല്ല ബൈബിളിലുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നന്മയ്ക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ബൈബിളിൽ ലൂക്കോസിന്റെ സുവിശേഷം ആദ്യത്തെ 2 ചാപ്റ്റർ മുഴുവൻ വായിക്കുക. 3-ാമത്തേത് വായിച്ചാൽ അതിലും നല്ലത്. ആ 3 chapters ജസ്റ്റ് റീഡ്. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മാറും, ഒരു സംശയം അവശേഷിക്കില്ല. ഓക്കെ, ക്ലിയർ ആയോ മക്മൽ? മൈക്ക് എടുത്ത് സിസ്റ്റർ അപ്പം ചോദിച്ചതിന് നിങ്ങൾ പറഞ്ഞ് പൂർത്തിയാക്കിയില്ലല്ലോ. മാതാവിൽ അപ്പൊ നിന്ന് മക്മലെ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ മക്മലെ? മൈക്ക് എടുക്കാൻ പറഞ്ഞ ലീ സിസ്റ്റർ മക്മലെ പറഞ്ഞിട്ടാണ് നമുക്കപ്പൊ നീ എന്താ അല്ല മക്മലെ നമുക്കപ്പൊ തുടങ്ങിയല്ലോ. മക്മലെ ലീ നമുക്കപ്പൊ സിസ്റ്റർ തുടങ്ങാം. എന്നോട് മൈക്ക് എടുക്കാൻ പറഞ്ഞതല്ല. പറയുന്ന ലീ കേക്കൂ. സിസ്റ്റർ ഇവിടെ എന്നോട് ഇവിടെ മൈക്ക് എടുക്കാൻ പറഞ്ഞതുകൊണ്ട് എടുത്തല്ലേ. നീ എന്താണ് ഇപ്പം ഉത്തരവാദിത്വം? മക്മലെ തീരെ ഇവിടെ വിവരമില്ലായ്മ കാണിച്ചത് എന്താണ് മനസ്സിലായില്ലേ? ലീ മക്മലെ സിസ്റ്റർ പറഞ്ഞതിന്റെ വിവരമില്ലായ്മ പേരിലല്ലേ ഞാൻ മുഹമ്മദാണ് എടുത്തത്. കാണിക്കുന്നത്. പറയുന്ന ലീ കേക്കൂ സിസ്റ്റർ എടുക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ മക്മലെ എടുക്കില്ലായിരുന്നല്ലോ. ലീ സിസ്റ്റർ ഇവിടെ എടുക്കാൻ ലീ പറഞ്ഞതുകൊണ്ട് സിസ്റ്റർ മാത്രം യേശു എടുത്തത്. ക്രിസ്തുവിന്റെ ലീ ജനനത്തെ സിസ്റ്റർ പറ്റി എടുക്കണ്ട പറഞ്ഞു. എന്ന് പറഞ്ഞ് ഞാൻ താങ്കൾ ഒന്ന് എടുക്കില്ലായിരുന്നു. എക്സ്പ്ലെയിൻ ചെയ്തേ. ഞാൻ താങ്കൾ ഒന്ന് എക്സ്പ്ലെയിൻ മിണ്ടാതിരിക്കായിരുന്നു. ചെയ്തേ ലീ സിസ്റ്റർ എന്നോട് എടുക്കാൻ ഈശോയുടെ പറഞ്ഞത്. ജനനം എങ്ങനെയാണെന്ന്. ലീ സഹോദര സിസ്റ്റർ താങ്കൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ, ഈശോയുടെ ഇതിന് ജനനം എന്തിനാണ് ഭ്രാന്ത് എങ്ങനെയായിരുന്നു? പിടിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ അല്ല, എന്ത് എനിക്ക് പറയുന്നു? മുഹമ്മദിനെ പോലെ ഭ്രാന്തില്ലല്ലോ. നിനക്ക് അദ്ദേഹത്തിന് ചെയ്യാത്ത ഭ്രാന്താണ്. കാര്യം നിനക്ക് അദ്ദേഹം ചെയ്തെന്ന് ഭ്രാന്തായതുകൊണ്ടല്ലേ ഞാൻ പറയുമായിരുന്നു. ലീ സിസ്റ്റർ അല്ല, പറഞ്ഞതുകൊണ്ട് മാത്രം എനിക്ക് മൈക്ക് മുഹമ്മദിനെ എടുത്തത്. പോലെ നീ എന്തിനാ ഭ്രാന്തില്ലല്ലോ. ആവശ്യമില്ലാതെ വെറുതെ ഇടപെടുന്നത്? മുഹമ്മദ് എല്ലാ ഭാര്യമാരുടെ സിസ്റ്റർ കൂട്ടത്തിലും ഒരു പറഞ്ഞതുകൊണ്ട് കുളി മാത്രമാണ് കുളിച്ചിട്ട് മൈക്ക് അദ്ദേഹം എടുത്തത്. ലൈംഗിക അല്ലെങ്കിൽ ബന്ധത്തിൽ ഞാൻ മൈക്ക് ഏർപ്പെടുമായിരുന്നു. എടുക്കുമല്ലോ. മക്മല്ല സംസാരിക്കാൻ ലീ ആഗ്രഹമുണ്ടോ? സിസ്റ്റർ ലീ സിസ്റ്റർ സംസാരിക്കാൻ പറഞ്ഞതുകൊണ്ട് ആഗ്രഹമുണ്ടോ? മാത്രം മാത്രമാണ് ഞാൻ മൈക്ക് മക്മല്ല എടുത്തത്. എന്തിനാണ് സംസാരിക്കാൻ സിസ്റ്റർ ആഗ്രഹമുണ്ടോ? വെറുതെ ഇല്ല, ഒരു പ്രശ്നവുമില്ല. വെറുതെ എന്തിനാ ലീ വിറളി സിസ്റ്റർ പിടിച്ച് പറഞ്ഞതിൽ ചാടുന്നത്? എന്താണ് താങ്കൾക്ക് അല്ല, മനസ്സിലാകാഞ്ഞത്? ലീ സിസ്റ്റർ എന്നോട് ചോദിച്ചു, ലീ സിസ്റ്റർ പറഞ്ഞതിൽ ലീ എന്താണ് താങ്കൾക്ക് സിസ്റ്റർ മനസ്സിലാകാഞ്ഞത്? അത് പറയൂ മക്മലെ മക്മൽ. പറഞ്ഞു. ലീ ലീ സിസ്റ്റർ സിസ്റ്റർ ഇവനോട് പറഞ്ഞു മൈക്ക് എടുക്കാനൊന്നും പറഞ്ഞില്ല. ലീ മാതാവിൽ നിന്നും. സിസ്റ്റർ ആൻസർ പറഞ്ഞു നിർത്തി. ലീ സിസ്റ്റർ അവനോട് ആൻസർ പറഞ്ഞു നിർത്തി. ഇവൻ ഇനി കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം പോയി അങ്ങനെയല്ല, വായിച്ചിട്ട് ലീ വന്നാൽ മതി. അതാ സിസ്റ്റർ ലീ സിസ്റ്റർ പറഞ്ഞത്. പറഞ്ഞതിന്റെ അതാണ് മക്മലെ ലീ കാര്യം സിസ്റ്റർ പറഞ്ഞത്. ലൂക്കോസിന്റെ സുവിശേഷം എടുത്ത് അതാണ് വായിച്ചേ. പറഞ്ഞത്. ലൂക്കോസിന്റെ സുവിശേഷം എടുത്ത് വായിച്ചേ. ലീ ബൈബിൾ എടുത്ത് സിസ്റ്റർ വായിച്ചേ. പറഞ്ഞു മാതാവിന്റെ ഒരു മക്മലെ ലൂക്കോസിന്റെ സുവിശേഷം എടുത്ത് വായിക്കൂ. അല്ല, അതിൽ ലീ സിസ്റ്റർ ഓൾറെഡി പറഞ്ഞു മാതാവിൽ നിന്ന് കൺസീവ് ചെയ്യുവാൻ ഒന്നുമേ സ്വീകരിച്ചിട്ടില്ല. എന്നാൽ അവിടെ മാതാവിൽ നിന്ന് ആഹാരം, പോഷകാഹാരങ്ങൾ അതെല്ലാം എങ്ങനെയാണോ ഒരു കുട്ടിക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ബൈബിളിൽ നിന്ന് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും താങ്കൾ പറയൂ, എങ്ങനെയാണ് ഈസാ നബിയുടെ ജനനം എന്താണെന്ന് പറഞ്ഞു. മക്മൽ പറയൂ. മക്മലെ ഈസാ നബിയുടെ ജനനം എങ്ങനെയാണെന്ന് പറയൂ. അത് ഇത് തീരുമാനമാവട്ടെ, എന്നിട്ട് അടുത്തെടുക്കാം. ഈസാ നബിയുടെ ജനനം ഇതൊന്ന് എങ്ങനെയാണ്? തീരുമാനമാവട്ടെ. ഇതിന് തീരുമാനമായി സഹോദര. തീരുമാനമായി. താങ്കൾക്ക് ഏത് വിഷയം മനസ്സിലാകാഞ്ഞത് ഇതിനകത്ത്? എനിക്ക് മനസ്സിലാകാത്ത ഇതാണ്, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പറയൂ. മാതാവിന്റെയോ പിതാവിന്റെയോ ഒരു സഹായവും ഇല്ലാതെ കൊച്ചുണ്ടായി എന്ന് പറഞ്ഞു. സഹായം എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ എന്താ ഉദ്ദേശിക്കുന്നത്?
അതെ, സ്വാഭാവികമായിട്ടും മാതാവിന്റെ ഗർഭം എന്ന് പറഞ്ഞ ഒരു മാതാവിന്റെ സഹായമാണ്. ഒരു കുട്ടിയെ 9 മാസം ചുമന്ന് നടക്കാന്ന് പറഞ്ഞ ഒരു മാതാവിന്റെ സഹായം സഹായമല്ലേ? എന്നതുകൊണ്ട് ലീ സിസ്റ്റർ എന്താണ് ഉദ്ദേശിച്ചത്? അത് അതാണ് പറയൂ. ഞാൻ ചോദിക്കുന്നത്. അതാണ് ലീ സിസ്റ്ററോട് ഞാൻ ചോദിക്കുന്നത്. എന്താണ് ലീ സിസ്റ്റർ ഉദ്ദേശിച്ചത്? ലീ സിസ്റ്റർ പറയട്ടെ. ലീ സിസ്റ്റർ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ലീ അതെ സിസ്റ്റർ പറയുന്നില്ല. അതെ, എന്നാ നീ പറയും എന്താണ് പറഞ്ഞത്? അതാണ് ഞാൻ പറഞ്ഞു ചോദിക്കുന്നത്. കഴിഞ്ഞു. നിങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞു. മാതാവിൽ പ- നിന്നോ പിതാവിൽ നിന്നോ അണ്ടമോ ബീജമോ സ്വീകരിക്കാതെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൺസെപ്ഷൻ അവിടെ പരിശുദ്ധാത്മാവിനാൽ നടന്നു. ശരി ശരി, വചനം ഓക്കെ ഓക്കെ, ജഡമായി വെയിറ്റ് വെയിറ്റ് തീർന്നു. വെയിറ്റ് മക്മലെ, വെയിറ്റ് വാട്ട് വെയിറ്റ് ഡു യു വെയിറ്റ് അണ്ടർസ്റ്റാൻഡ്? ഷോർട്ട് മക്മൽ ഒന്ന് മക്മൽ മക്മൽ ചുരുക്കി പറയൂ. പറഞ്ഞു കഴിഞ്ഞു സഹോദര. ഓക്കെ, അതെ അതെ. പൊട്ടന് അപ്പൊ പിന്നെയും പിന്നെയും ശരി, പൊട്ടത്തരങ്ങളിൽ സഹോദര, പൊട്ടന് പിന്നെയും പൊട്ടത്തരത്തിൽ പിന്നെയും പിന്നെയും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. വിവരക്കേട് പറയേണ്ട സ്ഥലമല്ല. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലായോ? വേറെ ഏതെങ്കിലും കാക്കാന് കാണണോ? വേണോ? വേറെ ഏതെങ്കിലും കാക്കാന് വരണോ? ഈ വിഷയം വന്നപ്പോ കാക്കാമാരുടെ ബഹളവാ. അവന്റെ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു ഇങ്ങോട്ട്. അടുത്ത പടം വചനം പണിക്കും. ജഡമായി എന്നാണ് ബൈബിൾ പറയുന്നത്. വചനം ജഡമായി എങ്കിൽ വചനം ജഡമായി. അതിൽ കൂടുതലോ കുറവോ ഒന്നുമില്ല. ലീ സിസ്റ്റർ ഓൾറെഡി പറഞ്ഞു, ഇത് നെസ്സുവാണ്, ഞാൻ പുരുഷന്റെയോ കളയുവാണ്. സ്ത്രീയുടെയോ സഹായം. ഇത് നെസ്സുവാ, ഞാൻ കളയുക. വാ തുറക്കട്ടെ. കോഴിയാണെങ്കിൽ വാ തുറക്കട്ടെ. അത് കോഴി വാ തുറന്നു വന്ന്. ഷഫീഖ് അബ്ദുള്ള എന്ന് വാ തുറന്നു വന്ന്. ഷഫീഖ് അബ്ദുള്ള വാ തുറന്നു വന്ന്. എക്കിബ്രോന്റെ നിക്ക് സിസ്റ്റർ, നിക്ക് ഷഫീഖ്. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഷഫീഖ് ഭായി, താങ്കളെ ഒന്ന് പരിചയപ്പെടുത്തോ? താങ്കൾ ആദ്യമായിട്ടാണ് ക്ലബ് ഹൗസിൽ കടന്നു വന്നേ? ഈ ക്ലബ് ഹൗസിൽ ഞാൻ ആദ്യമായിട്ട് വന്നതാണ്. യൂഷ്വലി താങ്കൾ ക്ലബ് ഹൗസിൽ എത്ര നാളായി ഇപ്പൊ ഉണ്ടായിട്ട്? ഒന്നുമില്ല, ഒരു 2 ദിവസമായിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. എന്നാ പുതിയ സഹോദരനാണ്. നിങ്ങൾ അതുപോലെ സംസാരിച്ചാൽ മതി. മക്മലിനെ പോലെ ഒന്നും സംസാരിക്കും. ഷഫീഖ് ഭായി, ഞങ്ങൾ ഇവിടെ ഒരു ചർച്ചയുടെ ഒരു വിഷയം ടോപ്പിക് ഇട്ടിട്ടുണ്ട്. ടോപ്പിക് താങ്കൾ കണ്ടായിരുന്നു? ഹെഡിങ് കണ്ടു. മുഹമ്മദ് എന്താണ് ബ്രദറെ ടോപ്പിക്? സൃഷ്ടാവായ ദൈവം ആര്? അതല്ലേ അല്ലല്ല ബ്രദറെ, അത് ക്ലബിന്റെ പേരാണ്. അതിന്റെ ടോപ്പിക് ഇട്ടിട്ടുണ്ട്. മുഹമ്മദ് എന്ന അബു ഖാസിം വിഷം തിന്നാണോ മരിച്ചത്? അതാണോ? അതെ, അതാണ് ചോദ്യം. ബ്രദറിന് അതിനെപ്പറ്റി വല്ല അറിവുണ്ടോ? കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ ബ്രദറെ. ലീ സിസ്റ്റർ, അലൻ ബ്രദറെ, നിങ്ങൾ ഒന്ന് സംസാരിക്കുക കേട്ടോ. ഞാൻ ആയിക്കോട്ടെ. ലീ സിസ്റ്റർ ഉണ്ടോ? ലീ സിസ്റ്ററെ. ഷഫീഖ്, താങ്കൾ മുസ്ലിം വിശ്വാസിയാണോ, ഇസ്ലാം വിശ്വാസിയാണോ? ഞാനൊരു മുസ്ലിമാണ്. മതസംഘടനയിൽപ്പെട്ട ആളൊന്നുമല്ല. ഓക്കെ. ഈ റൂമിൽ ഞങ്ങൾ ഇസ്ലാം വിഷയങ്ങൾ, ഖുർആൻ, മുസ്ലിങ്ങളുടെ പലതരത്തിലുള്ള ഹദീസുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം വായിച്ചു പഠിച്ചിട്ടൊക്കെയാണ് ഇവിടെ ഡിസ്കഷൻ നടത്താറ്. ലീ സിസ്റ്റർ, ഈ ടൈറ്റിൽ ഇടുന്നതിന്റെ റീസൺ കൂടെ പറഞ്ഞേക്കണേ. ആ ടൈറ്റിൽ ഇട്ടതിന്റെ പുള്ളിക്ക് മനസ്സിലായി കാണത്തില്ലായിരിക്കും. എന്താണ് ടൈറ്റിൽ, ഇങ്ങനത്തെ ടൈറ്റിൽ നിങ്ങൾ എന്തിനായിട്ടിരിക്കുന്നത്? നിങ്ങൾ ക്രിസ്ത്യാനി? അതെ, നിങ്ങളുടെ ഹദീസുകളിൽ കാണുന്നത് മുഹമ്മദിന് അല്ല ലീ സിസ്റ്റർ, റൈസിന്റെ ഇവിടെയുള്ള ഒരു മുസ്ലിം സുഹൃത്ത് പറഞ്ഞ കാര്യങ്ങൾ അവിടുന്ന് തുടങ്ങും. അതെനിക്ക് അത്ര അറിയില്ലല്ലോ. ഓക്കെ. ഷഫീഖ് ബ്രദറെ, ഇവിടെയുള്ള ഒരു റാഷി എന്ന് പറയുന്ന ഒരു മുസ്ലിം സുഹൃത്ത്, അദ്ദേഹം ഇസ്ലാമിക ഗ്രൂപ്പുകളിലൊക്കെ സംസാരിക്കുന്നതും മോഡറേറ്റർ ആയിരിക്കുന്ന ഒരു സഹോദരനാണ്. അപ്പൊ അദ്ദേഹം വളരെ മോശമായ രീതിയിൽ നിങ്ങളുടെ കർത്താവായ യേശുവിനെ നാട്ടുകാർ തല്ലിക്കൊന്നല്ലേ, അദ്ദേഹത്തെ തൂക്കിയതല്ലേ അദ്ദേഹം മരിച്ചത് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അതിനുള്ള ഒരു മറുപടി പറഞ്ഞു. ഞങ്ങൾ എന്താണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നതിന്റെ റീസൺ എന്തായിരുന്നു? ബൈബിളിൽ അവൻ പ്രവചനങ്ങളുടെ നിവൃത്തിയാണ്. കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വരുമെന്നും അവൻ മരിക്കുമെന്നും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും കർത്താവ് വരുന്നതിനും 700 വർഷങ്ങൾക്ക് മുൻപേ ഇശയ്യാവ് എന്ന പ്രവാചകൻ പ്രവചിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ആക്ഷേപിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ഞങ്ങൾ ആക്ഷേപിക്കാതെ നേരെ ഉള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ അനുസരിച്ച് മുഹമ്മദിന്റെ മരണം അത് വിഷം തിന്നിട്ടാണോ? അതാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്.
അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഈ ചർച്ചയിലേക്ക് കടന്നു വരാനുള്ള റീസൺ. ഇപ്പൊ ഏതാണ്ട് ഒരു 7ാമത്തെ ദിവസമാണ് ഈ ടോപ്പിക്കിൽ. അപ്പം ഞാൻ അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ബ്രദറിന് ലീ സിസ്റ്ററുമായിട്ട് സംസാരിക്കാം. ഓക്കെ, താങ്കളോടുള്ള ഒരു ചോദ്യം. ആ, അത് ഹദീസുകളിൽ കൃത്യമായിട്ട് പറയുന്നു, മുഹമ്മദ് വിഷം തിന്നതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അതിവേദനയോടെ മരിച്ചു എന്നാണ് കാണുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഓക്കെ, ഈ വിഷയങ്ങൾ താങ്കൾ ഇതിനു മുമ്പ് വായിച്ചിട്ടുണ്ടോ ഷഫി? മ്യൂട്ട് എടുത്തിട്ട് ഉത്തരം പറയാം. ഷഫീഖ്, താങ്കൾ മ്യൂട്ടിലാണ്. മ്യൂട്ട് മാറ്റിയിട്ട് ഉത്തരം ഓക്കെ പറയുക. ഓക്കെ 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 ഇപ്പൊ ശരിയാണ്. അപ്പൊ പറയട്ടെ. അപ്പോ പറഞ്ഞു. അതില് ഈ ഹദീസ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഇസ്ലാമിക പ്രമാണമായി അംഗീകരിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അത് വെറുതെ അംഗീകരിക്കാതിരിക്കല്ല, പ്രാമാണികമായി അംഗീകരിക്കാതിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. കാരണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ പ്രമാണം ഖുർആനാണ്. ഖുർആനിലുള്ള കാര്യങ്ങൾ അത് മുഹമ്മദ് നബി ഒരു സുപ്രഭാതത്തിൽ എഴുതിയുണ്ടാക്കി കൊണ്ടുവന്നതാണ് എന്നുള്ള ഒരു ധാരണ കുറെ ആളുകൾക്കൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് ശരി, അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല, അങ്ങനെയുണ്ട്. പക്ഷേ മുഹമ്മദ് നബി എന്ന് പറയുന്നത് പിന്നെ എന്താ പറയാ, ഒരു പ്രത്യേക ഇസ്ലാം മത സ്ഥാപകനോ അങ്ങനെ ഒരു പ്രത്യേക മതം ഉണ്ടാക്കിയ വ്യക്തിയോ അല്ല. ഓൾമൈറ്റി ഗോഡ് ഈ ഭൂമി സൃഷ്ടിപ്പ് ആരംഭിച്ച കാലം തുടങ്ങി തന്നെ പല പ്രവാചകന്മാരെയും ദൈവമാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. ഫ്രം നോഹ് ടു മുഹമ്മദ്. അതിൽപ്പെട്ട അബ്രഹാം, മോസസ്, ജീസസ്, ജോസഫ്, അത് അതിന്റെ ക്രോണോളജിക്കൽ ഓർഡറിലല്ല ഞാൻ പറയുന്നത്. അവരെല്ലാം പ്രബോധനം ചെയ്ത മാർഗം ബ്രദറെ, ഒരേ ഒരു മാർഗം. ഒരു യെസ്, മിനിറ്റ് ഷഫീഖ്, ഒന്ന് നിർത്തണേ. ഓക്കെ ഞങ്ങൾ ഓക്കെ ഇതൊക്കെ കുറേ വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതൊന്നും ഞങ്ങൾക്ക് പുതുമയുള്ള കാര്യമല്ല നിങ്ങൾ ഈ പറയുന്നതൊക്കെ. ഇത് ഇസ്ലാമിക വിശ്വാസികളുടെ അവരുടെ ഒരു ഇതാണ്. ഓക്കെ, ഞാൻ ചോദിച്ചത് അതല്ല. മുഹമ്മദിന്റെ കാര്യത്തിൽ മുഹമ്മദ് എന്ന് നിങ്ങൾ വിളിക്കുന്ന പ്രവാചകൻ, അബു ഖാസിം എന്ന മനുഷ്യൻ മരിച്ചത് എങ്ങനെയാണെന്ന് താങ്കൾക്കറിയാമോ? നിങ്ങൾ ഹദീസ് വിശ്വസിക്കുന്നില്ല എങ്കിൽ യു ടെൽ മീ ഹൗ ഹി ഡൈഡ്. ഹൗ ഡിഡ് ഹി ഡൈ? ഖുറാനിൽ വെച്ച് പറയൂ. ഖുറാനിൽ നിന്ന് മാത്രം പറയൂ. ഖുറാൻ മാത്രം വെച്ചിട്ട് പറഞ്ഞോളൂ. അതെ, ഖുർആൻ മാത്രം വെച്ചിട്ട് പറയാം. പ്രവാചകന്റെ മരണത്തിന്റെ നിങ്ങളിപ്പോ പറഞ്ഞല്ലോ 700 വർഷം മുമ്പ് ഏശയ്യാ പ്രവാചകൻ ഒരു എന്താ പറയാ, ഒരാൾ വരുമെന്നും അദ്ദേഹം മരിക്കുമെന്നും മരിച്ചിട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും 700 വർഷം മുമ്പ് പ്രവചിച്ചു എന്ന് പറഞ്ഞല്ലോ. അതേമാതിരി ഇത് ഒരു പ്രവാചകൻ പ്രവചിച്ചു എന്ന് വെറുതെ പറയുന്നതല്ല. ഖുർആനിൽ തന്നെ മുഹമ്മദ് നബിന്റെ മരണത്തെ പറ്റി പറയുന്നുണ്ട്. ആ പറയുന്നതിൽ പിന്നെ ആളുകൾ കൂട്ടം കൂട്ടമായി ദൈവമാർഗത്തിലേക്ക് വരുന്നത് നീ കണ്ടാൽ നീ നിന്റെ അത്യുന്നതനായ രക്ഷിതാവിനെ സ്തോത്രം ചെയ്തുകൊണ്ട് കഴിയുക എന്നാണ് ഈ മുഹമ്മദിന്റെ മരണത്തെ പറ്റി ഖുർആനിൽ വന്ന ആയത്തെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പറയാം. അറൈത്തല്ലദി യദ്ഖുലൂന നാസി അഫ്വാജ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സൂറത്ത് ലാസ്റ്റിലെ അവസാന സൂറത്തുകളിലെ ഞാനിപ്പോ പറഞ്ഞു. ഒരു മിനിറ്റ്. സിസ്റ്റർ, അവിടെ ഈ മരണത്തെ പറ്റിയുള്ള സൂചനകൾ വല്ലതും കേട്ടോ സിസ്റ്റർ? എനിക്കൊന്നും കേൾക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞുതരാം. ആ സൂറ നമ്പറും ഒന്ന് പറയണം, ആയത്ത് നമ്പർ ഒന്ന് പറയണേ. ഞാൻ നോക്കാം. 110 അല്ലേ? ഓക്കെ. അതിന്റെ 110 3 ആയത്തുകളേ ഉള്ളൂ. 3 ആയത്തുള്ളൂ. ആ 3 ആയത്തുകളും ഈ പ്രവാചകന്റെ ദൗത്യം പൂർണ്ണമായി കഴിഞ്ഞു. അതോടുകൂടി ആ എന്തിലേക്ക് ആയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാനൊന്ന് വായിക്കല്ലേ സിസ്റ്റർ? അപ്പൊ നമുക്ക് ഓക്കെ.
അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നു കിട്ടിയാൽ, അത് ഒന്നാമത്തെ ആയത്താണ്. ഇനി യെസ് രണ്ടാമത്തെ ആയത്ത്, ജനങ്ങൾ അള്ളാഹുവിന്റെ മതത്തിൽ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്നത് നീ കാണുകയും ചെയ്താൽ, രണ്ടാമത്തെ ആയത്താണ്. ഇനി യെസ് മൂന്നാമത്തെ, യെസ് യെസ് നിന്റെ ആ രക്ഷിതാവിനെ നീ ആ സ്തുതിക്കുന്നതിനോടൊപ്പം നീ ആ അവനെ പ്രകീർത്തിക്കുകയും നീ അവനോട് പാപമോചനം തേടുകയും ചെയ്യുക, തീർച്ചയായും ആ അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു. ഇത്രേ ഉള്ളൂ. അതെ. ഇതില് ഇത് മരണത്തെ പറ്റി ഒന്നും മരണവുമായിട്ട് എന്ത് ബന്ധം ഷഫീഖെ? ഇത് മരണവുമായിട്ട് എന്ത് ബന്ധം? ഞാൻ ആ ചോദിച്ചത് ആ നിങ്ങളുടെ ഞാൻ പ്രവാചകൻ പറഞ്ഞുതരാം എങ്ങനെ മരിച്ചു എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞുതരാം. പ്രവാചകന്റെ ദൗത്യം പൂർത്തിയായി കഴിഞ്ഞു. പ്രവാചകനെ അള്ളാഹു ഇങ്ങോട്ട് മുഹമ്മദ് നബി ആയിക്കോട്ടെ, ഏത് പ്രവാചകന്മാരായിക്കോട്ടെ, ഓരോ ദൗത്യവുമായിട്ടാണ് ഭൂമിയിലേക്ക് വിടുന്നത്. അങ്ങനെ വിട്ടു കഴിഞ്ഞപ്പോൾ പ്രവാചകന്റെ ദൗത്യം പ്രവാചകൻ പൂർണ്ണമായി നിർവഹിച്ചു. അതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അതിനുശേഷം ദൈവം പറയാണ്, ഈ കാര്യങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്, ഇനി നീ ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഇരുന്നോ, അവൻ പാശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. ഈ പാശ്ചാത്താപം സ്വീകരിക്കുകയും ദൈവത്തെ പ്രകീർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ജീവിതത്തിന്റെ അല്ല, അത് വേണ്ട, അത് വിട്, അത് വിട്, അത് വിട്, എൻഡിലാണ്. അത് അല്ല, അത് വിടല്ലേ, വിട്ടോളൂ. അങ്ങനല്ല അങ്ങനല്ല ഇല്ലില്ല, അങ്ങനല്ല അല്ലല്ല, അങ്ങനെ വിടാൻ നിങ്ങളുടെ പാടില്ല. എക്സ്പ്ലനേഷൻ വേണ്ട ഷഫീഖെ. അത് എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷൻ ഞങ്ങൾക്ക് അല്ല. അതിന്റെ അർത്ഥം നന്നായിട്ട് അറിയാം. ഇതിന്റെ ഇപ്പോ അതെ, ഇസ്ബാബുൻ നിങ്ങൾക്കറിയാലോ. നസൂൽ, അസബാബ് നസൂൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പശ്ചാത്തലം നന്നായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അത് ആ പറയണ്ട. ആയിക്കോട്ടെ. ഒന്ന് മ്യൂട്ട് ആ ചെയ്തോളൂ. തൗബ ചെയ്യാന്ന് പറയുന്നത് എന്താണ്? അതൊക്കെ ഞങ്ങൾക്കറിയാം ബ്രദറെ, ഓക്കെ അതൊക്കെ ഓക്കെ ഞങ്ങൾക്കറിയാം. തൗബയൊക്കെ ഓക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ 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 ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആ ഇവിടെ സഹോദരന്മാരുണ്ടല്ലോ, ഉം. മുഹമ്മദിന്റെ മരണത്തെ പറ്റി, മുഹമ്മദ് എങ്ങനെയാണ് മരിക്കുക എന്നുള്ളതിനെ പറ്റി ഉം. കൃത്യമായിട്ട് അതൊരു പറഞ്ഞ ഉഗ്ര ഖുറാനായിട്ട് ഞാൻ വാക്യാണല്ലോ കാണിച്ചു ലീസിസ്റ്റ്. തരാം. ആ അല്ല, മുഹമ്മദ് അതൊരു ഉഗ്ര വാക്യാണല്ലോ. കാരണം വറീസച്ച, അതിനകത്ത് മൂന്നാമത്തെ ആയത്ത് സൂപ്പറാണ്. അവനോട് ആ പാപമോചനം തേടുക, ആ ആ തീർച്ചയായും അവൻ സംശയം പശ്ചാത്താപം സ്വീകരിക്കും. അപ്പൊ അത് പാപിയാണെന്നുള്ള കാര്യത്തിൽ പലയിടത്തും തീരുമാനമായി. ഖുറാനകത്തുണ്ട്. അതിന് ആ അപ്പൊ ഇത് വാചകം അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നുള്ള വാക്യം പലതിനകത്തും ഉണ്ട്. അവരെല്ലാം അതെ. മരിക്കുന്നു എന്നതിന്റെ അർത്ഥം. എന്താ സംശയം? മരിക്കാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഷടാ, ഇതെന്തൊരു ഊതെന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ എന്ത് ബ്രദറെ, വ്യാഖ്യാനിച്ചോണ്ട് വരുന്നേ? ഷെഫീഖ് ബ്രദറെ, ഇയാള് അല്ല, വ്യാഖ്യാനിക്കണ്ട, ഇയാൾ ഖുറാൻ വായിച്ചാൽ മതി. ഖുറാനകത്ത് വറീസച്ച പറഞ്ഞിരിക്കുന്നത് ഇയാൾക്ക് വ്യാഖ്യാനിക്കാൻ അധികാരമൊന്നും ഇല്ലല്ലോ. അവിടെ അങ്ങനൊന്നും ഒരു സെക്കൻഡ്, പറഞ്ഞിട്ടില്ലല്ലോ. ആ വറീസച്ച, ആയിക്കോട്ടെ, നിങ്ങൾ പറയും. അദ്ദേഹത്തിന്റെ പോയിന്റ് ഈ ഹദീസുകൾ അദ്ദേഹം അംഗീകരിക്കുന്നില്ല. ഉം. ഇല്ല. ഹദീസുകൾ ഒന്നും അദ്ദേഹം അംഗീകരിക്കുന്നില്ല. അല്ല, അപ്പോൾ തന്നെ ഹദീസുകൾ അദ്ദേഹം അംഗീകരിക്കുന്നില്ലെങ്കിൽ ഖുറാൻ മുഹമ്മദ് പ്രവാചകൻ പോലും അല്ലല്ലോ. മുഹമ്മദ് പ്രവാചകനായെന്ന് ആരാ പറയുന്നത്? ഖുറാൻ അത് പറയുന്നുണ്ടോ? പിന്നല്ലാതെ നിങ്ങൾ ഖുർആൻ ഇതുവരെ പഠിച്ചെന്ന് പറഞ്ഞാൽ ശരിയല്ല. ഇന്നൊക്കെ ലമിനൽ മുർസലിൻ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അതിന്റെ അർത്ഥം? അല്ലല്ല, വർഗീസെ, അല്ലല്ല, പുള്ളി പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയാൻ പാടില്ല. നമ്മളിപ്പോ മുഹമ്മദ് ചോദിച്ചു വെച്ചിരിക്കുന്ന പ്രവാചകനാണെന്ന് ചോദ്യം ഖുർആൻ ഇതാണ്. പറയുന്നു എന്ന് വെച്ചാൽ ഒരാൾ അതിന് ആൻസർ സംസാരിക്കുമ്പോൾ പറയും. മണ്ടക്കേറി സംസാരിക്കാതിരിക്കെ. ലീ സിസ്റ്റർ ഇപ്പൊ ചോദിച്ചു എന്ന് വെച്ചിരിക്കുന്ന പറയാം. ചോദ്യം നിങ്ങൾ ഇതാണ്. അല്ല, ഷെഫീഖ് ബ്രദർ, ഒരു സെക്കൻഡ്. സംസാരിക്കുമ്പോൾ സംസാരിക്കാതിരിക്കുന്നേ. എന്താ ലീ സാധനം സിസ്റ്റർ ഒന്നുകൂടെ പറഞ്ഞേ? ഇപ്പൊ ചോദിച്ചു വെച്ചേക്കുന്ന അദ്ദേഹം ഉള്ളി ഹദീസുകൾ അദ്ദേഹം അംഗീകരിക്കുന്നില്ല, ഖുറാൻ ഉള്ളി മാത്രം അംഗീകരിക്കുന്ന ഒരാളാണ്. നന്നായി, നല്ലത്, സമ്മതിച്ചു. നല്ലത്. ഖുറാൻ അപ്പൊ ഇനി നമ്മുടെ ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടോപ്പിക്ക് മുഹമ്മദിന്റെ മരണമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. അപ്പൊ നമ്മുടെ ലീസിസ്റ്റിന്റെ ചോദ്യം ഇതാണ്, മുഹമ്മദിന്റെ മരണത്തെ പറ്റി ഖുറാനിൽ നിന്ന് ഉള്ള ആ പരാമർശങ്ങളാണ് നമുക്ക്, അല്ലെങ്കിൽ ആ മുഹമ്മദിന്റെ മരണം എങ്ങനെയാണ് എന്നുള്ളത് ഖുറാനിൽ നിന്ന് അദ്ദേഹം പറയണം. കാരണം അദ്ദേഹം ഖുറാനുള്ളിയാണ്. അതിന് അദ്ദേഹം കൊണ്ടുവന്ന ആയത്താണ് ഈ മൂന്നാമത്തെ ആയത്ത്. അപ്പൊ നമുക്ക് അവിടെ അതിന്റെ അയാളുടെ മരണമായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലോ. ഇല്ല ഒരു ബന്ധമില്ല. നിന്റെ ഇടപാട് തീരും, നീ പശ്ചാത്തപിച്ചു കൊള്ളുക, നീ മരിക്കാൻ പോവുകയാണെന്നൊന്നും അവിടെ പറയുന്നില്ല. ഇതുപോലെ ഒത്തിരി സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അല്ല, ഇത് 110 അതെ, 110:3 വായിച്ചു. അല്ല, ഇത് കഴിഞ്ഞാണല്ലോ 9 തവ്വയൊക്കെ വരുന്നേ. അപ്പൊ പിന്നെ ഈ അധ്യായം കഴിഞ്ഞ് പുള്ളി കുറെ കാലം ജീവിച്ചിരുന്നല്ലോ, ചത്തില്ലല്ലോ. ഈ രണ്ടാം അധ്യായം അല്ല പറയണ്ട. ഇതിൽ ഒരു കാര്യം പറയട്ടെ. അവിടെ ഒരു മിനിറ്റ്. ഷഫീഖെ, ഈ ഖുറാനകത്ത് 110 അധ്യായം കഴിഞ്ഞ് 4 അധ്യായം കൂടെ ഖുറാനിലെ ബാക്കി 4 അധ്യായം കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് പുള്ളി മരിച്ചോ? പറയാമോ? പറഞ്ഞോ, കേക്കട്ടെ. അതല്ലേ, ഇതിപ്പോ നിങ്ങളെ രണ്ടാമത്തെ ചോദ്യമാണ്. നിങ്ങൾ ആദ്യം ചോദിച്ചത് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുടെ മരണം ഖുർആനിൽ എവിടെയെങ്കിലും എന്താ പറയാ ഡയറക്റ്റ് ആയിട്ട് ആയത്തുണ്ടോ എന്നല്ലേ നിങ്ങൾ ചോദിച്ചത്? ഒന്നാമത്തെ ചോദ്യം. അതെ.
അങ്ങനെ ഒരു ആയത്ത് ഖുർആനിലില്ല. മുഹമ്മദ് ഇല്ല. ഇങ്ങനെ മരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്റ്റ് ഓക്കെ ആയിട്ടുള്ള ഒരു ആയത്തില്ല. അതാ ഒന്നാമത് പറഞ്ഞ അതിലൊരു ഖുറാൻ അബദ്ധം. ഇങ്ങനെ അല്ല മുഹമ്മദ് ഇങ്ങനെ മരിക്കുന്നുമില്ല, മുഹമ്മദ് ആ എങ്ങനെ അതില് മരിക്കുന്നുമില്ല. ഇല്ല, ഇല്ല. ഞാൻ പറയുന്നത് ഓക്കെ. കേൾക്കില്ലേ. ആ അപ്പോ അതില് ശരി. ഇല്ലില്ല, നമ്മളോട് ഷഫീഖ് പറഞ്ഞത് പറയുന്നത് അല്ല തെറ്റാണ്. ഷഫീഖ് പറയുന്നത് ഒരു തെറ്റാണ്. വെയിറ്റ് അല്ല നോ നോ, അല്ല തെറ്റായ അല്ല ഒരു പ്രസ്താവന ഇവിടെ വെക്കരുത്. തെറ്റായ അതല്ല പ്രസ്താവന അതിൽ വെച്ചത് അതല്ല കൊണ്ടാണ് ഞാൻ ഇടയിൽ കയറിയത്. അങ്ങനെ അതല്ല അതിലൊരു പോയിന്റ് ആയത്തുണ്ട്, ഉണ്ട്, ഞാൻ ഒരു പറഞ്ഞു തരാം. പോയിന്റ് ഉണ്ട്. അങ്ങനെ അതല്ല ഒരു ബ്രദറെ, പോയിന്റ് ഉണ്ട്. അങ്ങനെ ഒരു ആയത്തുണ്ട്, ഞാൻ പറഞ്ഞു തരാം, നിങ്ങളെ പഠിപ്പിക്കാം. ഒന്ന് മ്യൂട്ട് ചെയ്യൂ പറഞ്ഞോളൂ പ്ലീസ്, പറഞ്ഞോളൂ മ്യൂട്ട് പറഞ്ഞോളൂ. ചെയ്തോളൂ. ആ സിസ്റ്റർ പുള്ളി ഞാൻ പറഞ്ഞു ആയത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു പറഞ്ഞ തരാം. പോരെ, അവര് നല്ലത്. അല്ല, സിസ്റ്ററെ പുള്ളിക്കാരൻ പുള്ളിക്ക് നമ്മളിപ്പോ ചോദ്യത്തിന് അത് ഇട്ട് ഉത്തരം കൊടുക്കണം. പറയാതെ പുള്ളിക്കൊരു 10 ആ സെക്കൻഡ് കൊടുത്തു. ആ അല്ലല്ല, അദ്ദേഹത്തോട് ഞാൻ എന്നായിക്കോട്ടെ. ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചത് മുഹമ്മദിന്റെ മരണത്തെ കുറിക്കുന്ന ആയത്ത് ഖുറാനിൽ കാണിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം കാണിച്ചത് വേറെന്തോ ആണ്. അപ്പൊ അത് നമ്മൾ സ്വീകരിക്കുന്നില്ല, അത് ക്ലിയർ ആയി. പക്ഷേ മുഹമ്മദിന്റെ മരണം എങ്ങനെയായിരിക്കും എന്ന് പറയുന്ന ക്ലിയർ ആയിട്ടുള്ള ആയത്ത് ഖുറാനിൽ ഉണ്ട്. അത് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഇദ്ദേഹം ഖുറാൻ മാത്രം വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ 5 നേരം നിസ്കരിക്കാറുണ്ടോ സഹോദര? ഇല്ല ഇല്ല, ആ പിന്നെ 5 നേരം സുന്നത്ത് നിസ്കരിക്കാറില്ല. കർമ്മം ചെയ്തിട്ടുണ്ടോ? അത് എന്റെ പിതാവ് ഞാൻ ബോധമില്ലാത്ത ചെയ്തു. കാലത്ത് ചെയ്തു. ഓക്കെ. ഓക്കെ ഓക്കെ. ഒരു മാസം നിങ്ങളുടെ റംസാൻ ഫാസ്റ്റിംഗ് എടുക്കാറുണ്ടോ? ഒരു മാസം ഫാസ്റ്റിംഗ് എടുക്കാറില്ല. 3-4 ദിവസം ഇല്ല. ഞാൻ ഫാസ്റ്റിംഗ് എടുക്കാറുണ്ട്. ഓക്കെ. ഖുർആൻ പാരായണം ചെയ്യാറുണ്ടോ? പാരായണം അങ്ങനെ അന്ധമായി പാരായണം ചെയ്യാറില്ല. അത് അതിന്റെ പരിഭാഷ വായിക്കാറില്ല. ഓക്കെ. ഓക്കെ. ഹജ്ജിന് പോകുന്ന പരിഭാഷകൾ നാട്ടിൽ വായിക്കാറില്ലെന്നോ? പോയിട്ടുണ്ടോ? പരിഭാഷകൾ നോക്കാറില്ല അല്ലല്ല, എന്ന് പറഞ്ഞ പരിഭാഷ വായിക്കുന്നത് തെറ്റാണ്. അറബിയിൽ മാത്രമേ വായിക്കാൻ പാടുള്ളൂ. അങ്ങനെയൊന്നും എവിടെയും അപ്പൊ പറഞ്ഞിട്ടില്ല. 33-ന്റെ 50-ലെ വിഷമം കൂടെ ഒന്ന് അറബിയിൽ എന്തോന്ന് പറഞ്ഞു തരണേ പ്ലീസ്. അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഓക്കെ ഇവര് സിസ്റ്റർ ഓക്കെ. ചോദിച്ചു വെച്ചു ഹജ്ജിന്റെ എന്തോ ഒരു കാര്യം. ഹജ്ജിന് പോകാറുണ്ടോ? ഹജ്ജിന് പോകാറ് ഞാനിപ്പോ അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞേ ഉള്ളൂ. ഹജ്ജിന് ഞാൻ പോകില്ല. കാരണം ഖുർആനിൽ പറഞ്ഞ മക്ക എന്ന് പറയുന്ന സ്ഥലം മക്ക ഇപ്പോഴത്തെ മക്ക അല്ല എന്ന് എനിക്ക് ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന് പോകുന്നില്ല. അതെയോ? റിയലി? സത്യമാണോ പറയുന്നത്? റിയലി സത്യം. കാരണം ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ മഖാം ഇബ്രാഹിം എന്ന് ഖുർആനിൽ ഒരു ആയത്തുണ്ട്. മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നിന്ന സ്ഥലം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഒരു മനുഷ്യൻ കയറി നിന്ന സ്ഥലത്തിന് അത്ര വലിയ പ്രാധാന്യമൊന്നും ദൈവം കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിമിന്റെ സ്റ്റേഷൻ ഏരിയ എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മക്കയിലല്ല, അത് വേറെ എന്താ പറയുക, ബക്ക എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. അത് എവിടെയാണ് എന്നുള്ളതിനെ പറ്റിയുള്ള റിസർച്ചിലാണ് ഞാൻ ചെയ്യുന്നത്. പെട്ര അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ഞാനത് അതെന്താ പഠനം പൂർത്തിയായിട്ടില്ല. സ്മിത്തിന്റെ വീഡിയോ കണ്ടോ? അൽഫാദിയുടെ വീഡിയോ കണ്ടോ? ഇല്ല കണ്ടിട്ടില്ല. അതൊക്കെ കാണണം കേട്ടോ, കാരണം നിങ്ങൾക്ക് നല്ല പുരോഗതിയുള്ള ആളാണ് താങ്കൾ. നന്നായി ചിന്തിക്കുന്ന ആളാണെന്ന് മനസ്സിലായി. മാത്രല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ? എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന മുസ്ലിമാണിത്. അതെ അതെ, വളരെ നല്ല കാര്യം. ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. നിങ്ങൾ പറയുന്നു നിങ്ങൾ മുസ്ലിമാണ്, പക്ഷെ ഖുർആൻ മാത്രം വിശ്വസിക്കുന്ന ആളാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രവാചകൻ ജനിച്ച സ്ഥലം, തന്റെ ഗോത്രം, ആ കാലം, അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പേര്, ഇതൊക്കെ ഖുർആനിൽ നിന്ന് കാണിച്ചു തരാമോ? കാണിക്കാൻ പറ്റുന്നില്ല. അതില് ഞാൻ ഒരു മറുപടി പറയട്ടെ. അതായത് ഈ മുഹമ്മദ് എന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് പറയേ. അല്ല, ആ ഒരു വ്യക്തിയെ പിന്തുടരാണ് അല്ല ദൈവം നമ്മോട് പറഞ്ഞത്. താങ്കൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതല്ല ഞാൻ ചോദ്യം, ഖുറാനിൽ ഉണ്ടോ ഇല്ലയോ ഈ വിഷയം? ഒരിക്കലും ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, യു ആർ ട്രൂത്ത്ഫുൾ. സത്യമാണ് പറയുന്നത്. ഖുറാനിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അത് ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു, അപ്പനോ അമ്മയോ ഗോത്രമോ കുലമോ കാലമോ ഒന്നുമില്ലാതെ. ഈ കാര്യങ്ങളെല്ലാം ഹദീസുകളിലാണ് വരുന്നത്, അല്ലേ? ഹദീസ് എഴുതപ്പെട്ടത് ഏത് കാലത്താണ്? എപ്പോഴാണ് ഹദീസുകൾ എഴുതപ്പെട്ടത്? എത്ര കാലം കഴിഞ്ഞിട്ടാണ് എഴുതിയത്? അല്ല, ഞാൻ ഹദീസിനെ പറ്റി തീരെ എന്താ പറയാ ഗൗനിച്ചിട്ടില്ല, അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ടില്ല. അതിന്റെ ആവശ്യമില്ല എന്നുള്ള ബോധ്യം വന്നുകൊണ്ട്. ഓക്കെ, ഈ ഹദീസ് ഇല്ലാതെ ഖുർആൻ മനസ്സിലാക്കാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടുണ്ടല്ലോ, വളരെ സിമ്പിൾ ആണല്ലോ. എന്ത്? അതായത് ഞാൻ പഠിച്ച എനിക്ക് മനസ്സിലാകുന്ന പറഞ്ഞാല്
ആ, നമ്മളോട് ഇപ്പം രണ്ടാമത്തെ നിങ്ങൾ ഖുർആനിൽ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഖുർആൻ പഠിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഉം. പറഞ്ഞത് ദൈവം നിയോഗിച്ച പ്രവാചകന്മാരിൽ യാതൊരു വേർതിരിവും കാണിക്കാൻ പാടില്ല. ഒന്ന്, ഇവരെല്ലാം പിന്നെ പ്രബോധനം ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഒന്നാണ്. ഓക്കെ രണ്ട്, ആ സ്റ്റേറ്റ്മെന്റ് അവിടെ നിൽക്കട്ടെ. ഓക്കെ, പ്രവാചകന്മാർക്ക് തമ്മിൽ യാതൊരു വ്യത്യാസവും കൽപ്പിക്കാൻ പാടില്ല കാണിക്കാൻ എന്ന് നിങ്ങൾ പാടില്ല പറഞ്ഞു. എന്ന് ദൈവം ഓക്കെ, പറഞ്ഞാണ്. ഞാൻ അങ്ങനെയാണെങ്കിൽ പറഞ്ഞല്ല, ദൈവം പറഞ്ഞാണ്. അങ്ങനെയാണെങ്കിൽ ഷഹാദത്ത് കലീമയിൽ ലാ ഇലാഹ ഇല്ലല്ലാ ആ, ആ, ഒരു പ്രവാചകന്റെ പേര് പറയൂ, മൂസ റസൂൽ അല്ല എന്ന് നിങ്ങൾക്ക് ഷഹാദ എടുത്തൊരു മുസ്ലിം ആകാൻ പറ്റുമോ? ആ ഷഹാദത്ത് കലിമയിലെ രണ്ടാമത്തെ വാചകം ഞാൻ അത്യധികം നിരുത്സാഹപ്പെടുത്തുന്നതിന് നിരാകരിക്കുന്ന ആളാണ്. എന്റെ വിശ്വാസപ്രകാരം മുഹമ്മദ് റസൂലുള്ള, മൂസ റസൂലുള്ള, ഈസാ റസൂലുള്ള എന്ന് പറയേണ്ട കാര്യമില്ല. അത് ദൈവം പറഞ്ഞിട്ടില്ല. ആഹാ, ദൈവം സാക്ഷ്യം വഹിച്ചത് ദൈവമാണ് താങ്കൾ ഇലാഹെന്നാണ്. മുർത്തതാണല്ലേ? അത് അവരിട്ട് വിളിക്കുന്നതല്ലേ, അവരെന്ത് വേണേ വിളിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ലാ ഓക്കെ ഇലാഹ സഹോദര, ഇല്ലല്ലാ എന്നാണ് ഷഹാദത്ത്. അതിപ്പോ നിങ്ങള് പിന്നെ ഓക്കെ ഹീബ്രു ഭാഷയിൽ അതിന് വേറെ പേര്, വേറെ വാക്യായിരിക്കും പറയുന്നത് എന്നല്ലാതെ അതിന്റെ ഓക്കെ കൂടെ ദൈവത്തിന്റെ കൂടെ വേറൊരാളെ വെക്കുന്നത് ശരിയല്ല. അത് ഏറ്റവും വലിയ ഓക്കെ പാപമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും ഓക്കെ, താങ്കൾക്ക് ഞങ്ങളുടെ റൂമിലേക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. ഒരുപാട് സമയമായതുകൊണ്ട് ഞാൻ വിരമിക്കുകയാണ്. പക്ഷേ താങ്കളോട് പറഞ്ഞ കാര്യം ഞാൻ ചെയ്ത ഈ ഹദീസിൽ വിശ്വസിക്കുന്ന കുറെ പേര് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവര് അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാദം ഇങ്ങനെയാണ്: ഖുറാനോട് ഒത്തുപോകുന്ന ഹദീസ് ആണെങ്കിൽ അത് സ്വീകരിക്കും, ഖുറാനോട് ഒത്തുപോകാത്തതാണെങ്കിൽ സ്വീകരിക്കില്ല. അങ്ങനെ ഒരു വാദം ഈ ഇടയ്ക്കായിട്ട് ഞങ്ങളോട് പറയാറുണ്ട്. അപ്പൊ ഖുറാനിൽ ഒരു വചനമുണ്ട്, മുഹമ്മദിനോട് പറയുകയാണ്, നീ അള്ളാഹുവിന്റെ പേരിൽ എന്തെങ്കിലും കെട്ടിച്ചമച്ചു പറഞ്ഞാൽ അള്ളാഹു തന്റെ വലത് കൈകൊണ്ട് നിന്നെ പിടിക്കുകയും നിന്റെ ജീവനാടി മുറിച്ചു കളയുകയും ചെയ്യും എന്നൊരു അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ഞാൻ പല ഹദീസിൽ സ്ഥലങ്ങളിൽ പറയുന്നത് പറയുന്ന ഇങ്ങനെയാണ്. ഒരു അല്ല, ഖുർആൻ പറയുന്നത് കേൾക്ക്, വാചകമാണ്. മുഴുവൻ കേൾക്കും. ഓക്കെ 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 ഓക്കെ, ഓക്കെ അപ്പൊ ഇങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ പേരിൽ എന്തെങ്കിലും നുണ കെട്ടിച്ചമച്ച് പറഞ്ഞാൽ അള്ളാഹു തന്റെ വലത് കൈകൊണ്ട് അവനെ പിടിച്ച് അവന്റെ ജീവനാടി അയോർട്ട മുറിച്ചു കളയുന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, അപ്പോൾ ചില കറക്റ്റ്. ഹദീസുകളിൽ ആയിഷയുടെ ഹദീസുകളിൽ പറയുന്നു, തന്റെ രോഗത്തിൽ, അതായത് മരണകരമായ രോഗശയ്യയിൽ കിടന്നുകൊണ്ട് അള്ളാഹുവിന്റെ പറയുമായിരുന്നു, ആയിഷ ഖൈബറിൽ നിന്ന് കഴിച്ച വിഷം, ആ വിഷത്തിന്റെ ശക്തി എന്റെ അയോർട്ട മുറിച്ചു കളയുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞ് ദീനമായിട്ട് രോദനം ചെയ്താണ് അള്ളാഹുവിന്റെ റസൂല് മരിച്ചത് എന്ന് അനേക ഹദീസുകളുണ്ട്, ആയിഷയുടെ മാത്രമല്ല. അപ്പോ ഈ ഖുറാനുമായിട്ട് ഒത്തുപോകുന്ന ഒരു ഹദീസാണത്. ഖുറാനിൽ പറഞ്ഞിരിക്കുന്നു, അള്ളാഹുവിന്റെ നാമത്തിൽ നുണയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു അയോർട്ട മുറിച്ചു കളയുന്നു. അപ്പൊ മരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത്, അയ്യോ എന്റെ അയോർട്ട മുറിഞ്ഞു പോകുന്നേ എന്ന് പറഞ്ഞിട്ടാണ് കരഞ്ഞത്. ഇത് രണ്ടും നല്ല സാമ്യമുള്ളതും ഒത്തുപോകുന്നതുമായതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസപ്രകാരം, നിങ്ങളുടെ സഹോദരന്മാരാണ് പറയുന്നത്, ഖുറാനും ഹദീസും ഒത്തുപോകുകയാണെങ്കിൽ അത് വിശ്വസിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ മുകളിൽ ചോദ്യം വന്നത്, ഈ വിഷം തിന്നിട്ടല്ലേ, വിഷം തിന്നതിന്റെ ഫലമായിട്ടല്ലേ മുഹമ്മദ് മരിച്ചു? മനസ്സിലായോ? ഓക്കെ, ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇവിടെ ധാരാളം സഹോദരന്മാരുണ്ട്, അവർ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു. ഷഫീഖ് ബ്രദറെ താങ്ക് യു. ഒരു സെക്കൻഡ് ഡി സിസ്റ്റർ, താങ്ക് യു. കൊടുത്തോട്ടോ പാസ്റ്റർ ഉണ്ടോ? ഷെഫീഖ് ഒരു സത്യസന്ധനായ ഉത്തരം തരുന്ന ഒരു മനുഷ്യനാണ്. ഇന്നാണ് ഇങ്ങനെ ഒരു കടന്ന് ഉരുളാതെ സത്യസന്ധമായ ഉത്തരം പറയുന്ന ഒരാളെ കണ്ടത്. ഈ തക്കി എത്ര തരം ഉണ്ട്? കെഫെ ഒരു മിനിറ്റ്, കെഫെ ഇപ്പൊ അത് ചോദിക്കാം. അത് നമുക്ക് ഈ സന്ദർഭം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യും. വർഗീസ് അച്ചാൻ ഉണ്ടോ ഇവിടെ? വർഗീസ് അച്ചാൻ? ഇല്ല, വർഗീസ് പാസ്റ്ററിനെ കാണുന്നില്ല. കൊടുത്തോട്ടം പാസ്റ്റർ ഇവിടെ ഉണ്ട്. പാസ്റ്റർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അലംബ്രദർ സംസാരിക്കും. ഇതിനിടയ്ക്ക് അലംബ്രദർ കണ്ടിന്യൂ ചെയ്യും. ഇപ്പം ലീസിസ്റ്റ് പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. ഇപ്പോഴത്തെ മുസ്ലിം ദാവാ പ്രവർത്തകര്
പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഖുറാനായത്തുമായിട്ട് യോജിക്കാത്ത ഹദീസുകളെല്ലാം നിരാകരിക്കുന്നു എന്നൊക്കെയാണ് ഇവരുടെ പുതിയ വാദം. പക്ഷേ നമ്മൾ ഹദീസ് പഠിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ചില ഹദീസുകൾ എഴുതുമ്പം അത് ഇന്ന ഖുറാൻ ആയത്തിനെ ബേസ് ചെയ്താണ് എന്ന് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അല്ല അലം ബ്രദറെ മെജോറിറ്റി എന്നോട് ചേർത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ, ഈ ഖുറാന്റെ ആയത്തുകൾ അതിന്റെ സന്ദർഭം മനസ്സിലാക്കണമെങ്കിൽ ഇപ്പം ഖുറാനെ മാത്രം ആശ്രയിക്കുന്ന ഒരാൾക്ക് അതിന്റെ സന്ദർഭം അത് ഈ ഇന്ന സന്ദർഭത്തിലാണ് അത് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ സപ്പോർട്ടീവ് ആയിട്ടുള്ള എവിഡൻസിനെ, അതായത് എവിഡൻസ് അല്ല, സപ്പോർട്ടീവ് ആയിട്ടുള്ള ഈ ഡോക്യുമെന്റുകളെ ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റത്തില്ല. ഖുറാന്റെ ആയത്ത് മാത്രം വായിച്ചു നോക്കിയാൽ ഒന്നും മനസ്സിലാകത്തില്ല. കാരണം അതിനകത്ത് ഒരു കാര്യത്തിന്റെ ചില കാര്യമൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഖുറാൻ വായിച്ച് ജസ്റ്റ് ആയത്ത് വായിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ചില കാര്യങ്ങളൊന്നും അതിന്റെ അത് എന്തിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്, എന്താണ് പറഞ്ഞതെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാത്ത ചില ആയത്തുകൾ ഖുറാനിലുണ്ട്. ഇതിന് അങ്ങനെയുള്ള ആയത്തുകളെ പറയുന്ന പേരാണ് മുത്തശാബിഹാത്തായിട്ടുള്ള ആയത്ത്. അത് ആർക്കും മനസ്സിലാകാത്ത, ഇവരുടെ മുസ്ലിം പണ്ഡിതന്മാർക്ക് പോലും അതെന്താണെന്ന് ഇന്നേ വരെ മനസ്സിലാകാത്ത ആയത്തുകളാണത്. അന്നേരം ഈ നമ്മൾ ഹദീസ് എടുത്ത് നോക്കുമ്പോൾ ചില ഹദീസുകളിലൊക്കെ ഇങ്ങനെ ഖുറാനിലെ ഏത് ആയത്തിന്റെ സന്ദർഭത്തിലാണ് ഈ അതിനെ ബേസ് ചെയ്താണ് ഈ ഹദീസ് ഉള്ളത് എന്നൊക്കെ എഴുതിക്കും. പക്ഷെ മെജോറിറ്റി ഹദീസിലും ഈ എന്ത് ആയത്തിനെ ബേസ് ചെയ്തത് ആയിട്ട് ആണെന്ന് എഴുതിയിട്ടില്ല. ചില ഹദീസുകളൊക്കെ ഇങ്ങനെ ഒരു അഭിപ്രായം പറയാവോ? ഒരു അഭിപ്രായം പറയാവോ? പറഞ്ഞോളൂ. ഇങ്ങനെ വരുമ്പോൾ ആളുകൾ പറയുന്നത് ഖുർആനിൽ ഒരു കാര്യം വ്യക്തത നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത് പോകേണ്ടത് ഹദീസാണ്. ഹദീസിന് ശേഷം പണ്ഡിതന്മാരുടെ ഇജമാ എന്ന് പറഞ്ഞാൽ അവരുടെ ഏകോപിതമായ തീരുമാനമാണ്. പിന്നെ അതിൽ അവർ പിന്നെ ഒരു ട്രഡീഷൻ ആയിട്ട് വന്ന ചില നിയമങ്ങളാണെന്നൊക്കെയാ പറയുന്നത്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല. ഇപ്പം ഖുർആനിൽ ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു സംഗതി മനസ്സിലായിട്ടില്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ വേദഗ്രന്ഥത്തിൽ അതിനെപ്പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ റിസർച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണം പറയാൻ ഖുർആനിൽ ഇപ്പൊ ഞാൻ ഈ ഹജ്ജിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വായിച്ചു നോക്കി. ഞാൻ ഈ ബൈബിളിന്റെ തൊട്ട മുമ്പുള്ളതാണല്ലോ, അബ്രഹാമിന് ശേഷം വന്ന മോസസും ജീസസും വന്ന ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഹജ്ജ് എന്ന് പറഞ്ഞൊരു കർമ്മം ഉണ്ടായിരുന്നോ എന്നുള്ളത് പിന്നെ നോക്കിയപ്പോൾ അതിൽ സങ്കീർത്തനം എന്ന് പറയുന്ന ഒരു ഇതിൽ 84-ാമത്തെ കുറച്ച് ഒരു കാര്യങ്ങളൊക്കെ ഈ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട പിൽഗ്രിമേജുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ഇപ്പോൾ ഞാൻ ഇന്നലെ ഇന്നായിട്ട് പഠിച്ചിട്ടുള്ളൂ, അങ്ങനെ കണ്ടു. ആരാണ് അവിടെ ഹജ്ജ് ചെയ്തേക്കുന്നത്? 84-ാം സങ്കീർത്തനത്തിൽ ആര് ഹജ്ജ് ചെയ്തേക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? ഹജ്ജ് ചെയ്തെന്നല്ല, 84-ാമത്തെ സങ്കീർത്തനത്തില് ആ വഴി പോകുമ്പോൾ ഒരു കിണറുണ്ടല്ലോ. അപ്പൊ അവര് പറയുന്നത് സംസം കിണർ എന്ന് പറഞ്ഞാൽ മക്കയിലാണ്, പക്ഷെ ഇത് അങ്ങനെ അല്ല എന്നുള്ള ആ ഞാൻ പറഞ്ഞല്ലോ, വ്യക്തമായിട്ട് ഞാനത് പഠിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടു അറിഞ്ഞു. ഞാൻ പറഞ്ഞത് എന്റെ മെത്തഡോളജിയാണ്. എന്റെ മെത്തഡോളജി എന്ന് പറഞ്ഞാൽ ഹദീസിലേക്കല്ല പോവുക, പൂർവ്വ ഗ്രന്ഥങ്ങളിൽ എന്താണ് ദൈവം പറഞ്ഞതെന്നുള്ളതാണ് ഞാൻ നോക്കുക. അതാണ് എന്റെ രക്തശുദ്ധി. സാം 84-ൽ പറയുന്ന വേഴ്സസ് ഒന്ന് പറയാം. താങ്കൾ ഇപ്പൊ പ്രതിപാദിച്ച ആ വാക്യം ഒന്ന് പറയാമോ? അല്ല, അത് ഇനി പഠിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു എന്നേ ഉള്ളൂ. ബോബി പാസ്റ്റർ അതൊന്ന് നോക്കിയേക്കോ? 84-ാം സങ്കീർത്തനത്തിലുള്ള ഇല്ല, 84-ൽ ഈ പറയുന്ന പോലെ ഒരു വാക്യമില്ല. ഈ ഇദ്ദേഹം പറയുന്ന അർത്ഥത്തിൽ ഒരു വാക്യമില്ല അവിടെ. ഹജ്ജ് അങ്ങനെ ഒരു സംഭവമേ അവിടെ ഇല്ല. ഞാൻ നോക്കിക്കൊണ്ടായിരിക്കുന്നു, അങ്ങനെ ഒരു സംഗതിയേ അവിടെ ഇല്ല. വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് 84. അതിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. ഷെഫീഖ് ഇവിടെ പറഞ്ഞു ഖുറാനിൽ എന്തെങ്കിലും നോക്കിയിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ മുൻ വേദഗ്രന്ഥങ്ങളിൽ എന്ന് നിങ്ങൾ പറയുന്ന ബൈബിളിലാണ് നോക്കുന്നതെന്ന് താങ്കൾ പറഞ്ഞു. അത് വളരെ നല്ലൊരു കാര്യമാണ്. താങ്കൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഖുറാനിൽ പോലും പറഞ്ഞേക്കുന്ന മുൻ വേദഗ്രന്ഥങ്ങൾ വായിച്ചു വരുന്നവരോട് ചോദിച്ച് സംശയം നിങ്ങൾ മാറ്റാനാണ് ഖുറാനിൽ പോലും പറഞ്ഞേക്കുന്നത്. അത് വളരെ താങ്കൾ ഖുറാനിൽ എന്താണ് പറഞ്ഞേക്കുന്നത് അത് വിശ്വസിക്കുന്ന ആളാണ്. അത് വിശ്വസിച്ച് അത് പ്രകാരം നിറവേറ്റുന്ന അത് പ്രകാരം നടക്കുന്ന ആളാണ്. 10-94 വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി ഫോളോ ചെയ്യുന്ന മുസ്ലിങ്ങൾ വളരെ ചുരുക്കം മുസ്ലിങ്ങളിൽ ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഞാൻ എനിക്ക് വേറൊരു സംശയം എനിക്ക് ഉദിക്കുന്നതെന്ന് വെച്ചാല്, അള്ളാഹു ഏറ്റവും അവസാനമായിട്ട് ഇറക്കി തന്ന വളരെ വ്യക്തമായിട്ടും
യാതൊരു എന്താ കൺഫ്യൂഷനും ഒന്നും ഇല്ലാതെ ഇറക്കി തരുന്ന ഒരു ഗ്രന്ഥമായിരിക്കെ അതിന് മുമ്പ് ഇറക്കി തരുന്ന വേദഗ്രന്ഥത്തിൽ എന്തിനാണ് പോകുന്നത്? ഏറ്റവും അവസാനം ഇറക്കി തരുന്നതല്ലേ വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ള വേദഗ്രന്ഥം. അന്നേരം അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വരാൻ സാധിക്കുന്നത്? അതിൽ എന്റെ ഉത്തരം എന്ന് പറഞ്ഞാല്, ഇപ്പം മോസസിന് തോറ ഇറക്കി കൊടുത്തു. ആ ഇറക്കി കൊടുത്തതിന് ശേഷം പിന്നെ എന്തിന് ജീസസിന് ബൈബിൾ ഇറക്കി കൊടുത്തു? അത് തന്നെ ഫോളോ അപ്പ് ചെയ്താൽ പോലും. ജീസസിന് ആരും ബൈബിൾ ഇറക്കി കൊടുത്തൊന്നുമില്ല. അതുപോലെ തന്നെ മോശയ്ക്ക് ആരും തൗറാത്തൊന്നും ഇറക്കി കൊടുത്തില്ല. മോശ വന്നപ്പം തൗറാത്തും കൈപിടിച്ചോ? എന്തോ കൈപിടിച്ചു, ദൈവം ഡയറക്റ്റ് കൊടുത്തു. ദൈവം ഡയറക്റ്റ് മോശയെ വിളിപ്പിച്ചിട്ട് അത് നിയമങ്ങളാണ് ബ്രദറെ കൊടുത്തത്. അത് നിയമങ്ങളാണ് കൊടുത്തത്. അതെ, അതുപോലെ ആ നിയമങ്ങൾ തന്നെ പോരെ. പിന്നെ എന്തിനാണ് യേശുവിന് പിന്നെ ദൈവം പിന്നെ ഒരു അഡീഷണൽ നിയമങ്ങൾ കൊടുത്തത്? അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു. ഞാൻ വിളിച്ചായിരുന്നു പക്ഷേ കേട്ടില്ല. ഞാൻ കേൾക്കാം. ഞാൻ ഡോക്ടർ സുനിൽ വന്നപ്പോ ഒന്ന് കേൾക്കാൻ തുടങ്ങായിരുന്നു. കുഴപ്പമില്ല. ഷഫീഖ് ഭായി നല്ല സന്തോഷം പറഞ്ഞതിൽ വ്യത്യസ്തമായിട്ട് നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ കാണിക്കുന്ന വ്യഗ്രത നല്ലതാണ്. ഡോക്ടർ സുനിലിന്റെ ഒരു കമന്റിൽ നിന്ന് തുടങ്ങാം. ഈ ഖുർആൻ ലുക്മാൻ അതിന്റെ 31:1 പറയുന്ന അലിഫ് ലാം മീം ഇതിന്റെ വ്യാഖ്യാനം ഖുർആനിൽ 29 ഇടത്ത് പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രയോഗമാണ്. ഇതെന്താണെന്ന് ഒരു വ്യാഖ്യാതാക്കൾക്കും അറിയില്ല. അതിനെക്കുറിച്ചുള്ള പാരമ്പര്യം, അലിഫ് എന്ന് പറയുന്ന ഫസ്റ്റ് അക്ഷരമാണ് ഇതിലെ. അപ്പൊ അലിഫ് ലാം മീം എന്നിങ്ങനെ അറബി അക്ഷരമാലയിലെ 3 കേവല അക്ഷരങ്ങളാണ്. അപ്പൊ ഇത് ഒരു പല അഭിപ്രായം പറയുന്നുണ്ടെങ്കിലും പണ്ട് കാലത്ത് ഈ നമ്മളുടെ ഖുറൈശികൾ ഇടയിൽ ഒരാശയവിനിമയം നടത്തുന്നതിന്റെ തൊട്ടു മുമ്പ് ഉസയെ, ലാത്തയെ, മനാത്തയെ അനുസ്മരിക്കാറുണ്ട്. ഹിന്ദു സഹോദരങ്ങൾ ഓം എന്ന് പറയും പോലെ, ക്രൈസ്തവര് പ്രൈസ് ദി ലോർഡ് എന്ന് പറയും പോലെ, മുസ്ലിം സഹോദരന്മാർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും പോലെ, അവർ കത്തുകൾ എഴുതുമ്പോഴോ ആശയവിനിമയത്തിന് മുമ്പോ നമസ്തേ എന്നൊക്കെ പറയും പോലെ ഒരു ദൈവസ്തുതിയുടെ ഭാഗമായിട്ട് പറയുന്ന 3 പദങ്ങളാണ്. അലിഫ് ആദ്യ അക്ഷരമാണ്. അലിഫ് ആണ് ഉസ എന്നതിന്റെ ആദ്യ അക്ഷരം, അത് തന്നെയാണ്. പിന്നെ ലാം ആണ് ലാത്തയുടെ ആദ്യ അക്ഷരം, മനാത്തയുടെയാണ് മീ. അത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ വിഷയം, 84 സങ്കീർത്തനത്തെ കേന്ദ്രീകരിച്ച് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എനിക്ക് മനസ്സിലായി. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. സാം 84 ആണ് അത്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഡേവിഡിക് സാം അല്ല, ദാവീദിന്റെ സങ്കീർത്തനം അല്ല. ആ സങ്കീർത്തനം ശരിക്ക് സൺസ് ഓഫ് കോരയുടെ പുത്രന്മാര് എഴുതിയ സങ്കീർത്തനമാണ്. അപ്പൊ ഇത് ഇവരിവിടെ ഒന്നും ചെന്നിട്ടേ ഇല്ല. അങ്ങ് പറയുന്ന മക്കയിലോ ആ പരിസരത്തോ ഒന്നും അവർ യാത്ര ചെയ്തിട്ടേ ഇല്ല. ഇനി മക്കയെക്കുറിച്ചുള്ള ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഗഹനമായിട്ടുള്ള തെറ്റുണ്ട്. കാരണം മുഹമ്മദിനോട് പറയുന്നുണ്ട്, നിനക്ക് മുമ്പ് ഒരു പ്രവാചകനെയും ഞാൻ അവിടെ അയച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ കാബ പണിതതും കാബ പുതുക്കി പണിതതും എന്നൊക്കെ പറയുന്ന വാക്കുകൾ അതിന്റെ അടിസ്ഥാനത്തിൽ തെറ്റാണ്. നിനക്ക് മുമ്പ് ഒരു പ്രവാചകനെയും അയച്ചിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് അവിടെ നമ്മളുടെ പിന്നെ ഇബ്രാഹിം വരിക? അവിടെ എങ്ങനെയാണ് മറ്റേ ആദം നബി അത് പണിയുക? കാരണം നിനക്ക് മുമ്പ് ഒരു താക്കീതുകാരനെയും അവിടേക്ക് അയച്ചിട്ടില്ല എന്നത് അത് നോട്ട് ചെയ്യുക. പിന്നുള്ള ഒരു കാര്യം, പൂർവ്വവേദങ്ങളിൽ അത് തിരയും ഇതിലെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പൊ പൂർവ്വവേദങ്ങളിൽ തിരയുമ്പോൾ തിരഞ്ഞാൽ വരുന്ന ഒരു കാര്യം, ഖുറാന്റെ ഐഡന്റിറ്റി അപ്പോഴേ തകരും. നിങ്ങൾ ബൈബിളിലാണ് ഖുറാനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഖുറാന്റെ എക്സിസ്റ്റൻസ് തന്നെ തകരും. അതിന്റെ കാരണം ഇസ്ലാമിന് ഒരു ക്ലെയിം ഉണ്ട്. ആ ക്ലെയിം എന്താണ്? ആ ക്ലെയിം
ആവർത്തനം 18:18 ഡ്യൂട്രോണമി ചാപ്റ്റർ 18:19 ഒരു പ്രോഫറ്റിനെ പറ്റി പറയുന്നു. യഹോവയായ ദൈവം എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചു തരും. അപ്പൊ ഇത് മുഹമ്മദാണ് എന്ന് ഇസ്ലാം വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ഈ യേശു പ്രവചിച്ചു, ഞാൻ പോയ ശേഷം സത്യത്തിന്റെ ആത്മാവ് എന്ന ഒരു കാര്യസ്ഥനെ പിതാവ് നിങ്ങൾക്ക് അയച്ചു തരും. അതും മുഹമ്മദാണ്. ബൈബിളിന്റെ പലയിടങ്ങളിൽ ഇതെല്ലാം മുഹമ്മദാണ് എന്ന നിലയിലുള്ള പരാമർശങ്ങളെ അവർ ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു റെഫറൻസ് കൂടെ പറയാം. ഈ അബ്രഹാം മക്ക വിസിറ്റ് ചെയ്തിട്ടുള്ള റെഫറൻസ് 32:3, 34:44 ആ റെഫറൻസുകളാണ്. മടങ്ങി വരാം. അപ്പോൾ പൂർവ്വവേദങ്ങളിൽ മുഹമ്മദെ കുറിച്ചുണ്ട് എന്നുള്ള പരാമർശങ്ങളിൽ ഒന്നാണിത്. ഏത്? ബൈബിളിലെ ആവർത്തനം 18:18, പിന്നെ യോഹന്നാന്റെ 14 ഒക്കെ തുടർന്നും ഒക്കെ പറയുന്ന ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. അപ്പൊ അത് നിങ്ങളുടെ ഉള്ളിലും അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ധാരണ. ഈ ധാരണകൾ തകരുന്ന എവിടെയാന്ന് വെച്ചാൽ, ഖുറാൻ നിങ്ങൾ വായിച്ചാൽ ഖുറാനിൽ എവിടെയും ഈ കാര്യങ്ങൾ സ്ഥാപിച്ചു പറയുന്നില്ല. ഖുറാനിൽ എവിടെയും പറയുന്നില്ല. ആവർത്തന പുസ്തകത്തിൽ പറയുന്ന പ്രവാചകൻ മുഹമ്മദാണെന്ന് പറയുന്നില്ല. അത് പറയേണ്ട, അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയേണ്ട ആള് മുഹമ്മദാണ്. രണ്ടാമത് നമ്മൾ കാണുന്നത് യേശു പറഞ്ഞ ആശ്വാസപ്രദൻ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതും മുഹമ്മദ് അല്ല. കാരണം മുഹമ്മദിന് അങ്ങനെ ഒരു അവകാശവാദം അദ്ദേഹത്തിന്റെ നെബുവത്ത് കിട്ടിയ കാലം മുതൽ ഇങ്ങോട്ടില്ല. അതിനു മുമ്പും ഇല്ല, അതിന് ശേഷവും ഇല്ല. ഖുറാനിൽ എവിടെയും അങ്ങനെ കാണുന്നില്ല. അപ്പോ തന്നെക്കുറിച്ച് എവിടെയെങ്കിലും പണ്ടൊരു പ്രവാചകൻ പ്രവചിച്ചു എന്ന് പറയത്തക്ക വിധം ഒരു കാര്യവും മുഹമ്മദ് പറയുന്നതായി ഖുറാൻ മുഴുവൻ വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഇനി പൂർവ്വവേദങ്ങളാണ്. ഈ പൂർവ്വവേദങ്ങളും ഖുറാനും തമ്മിൽ ക്ലബ്ബ് ചെയ്യാനും ആവില്ല. കാരണം ഈ ഖുറാനിലേക്ക് ചില സൂചനകൾ കയറി വരുന്നുണ്ട്. ആ കയറി വരുന്നത് അനായാസന വരും. കാരണം എന്താണെന്നാല് മുഹമ്മദിന് ഏകദേശം യേശുക്രിസ്തുവിന് 570 കൊല്ലങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് ജനിക്കുന്നത്. ഞാൻ അതിനിടയ്ക്ക് പറയാറുണ്ട്, നമ്മൾ മട്ടാഞ്ചേരി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് സുന്നകദോസ് പള്ളി എന്നൊന്നുണ്ട് കേരളത്തിൽ, എറണാകുളത്ത് വൈറ്റിലേക്കൊക്കെ പോയിട്ട് ഇങ്ങ് കോട്ടയം വരുന്ന വഴിക്ക്. അപ്പോൾ ഉദയംപേരൂർ ആ പള്ളി എഴുതിയിട്ടുണ്ട് എസ്റ്റാബ്ലിഷ്ഡ് AD 510. അപ്പൊ ആ പള്ളി ഉണ്ടാകുമ്പോൾ മുഹമ്മദ് ജനിച്ചിട്ടില്ലെന്നർത്ഥം. ഒരു 60 കൊല്ലം കൂടെ കഴിഞ്ഞാണ് മുഹമ്മദ് ജനിക്കുന്നത്. അത്രയും നമുക്ക് ശേഷമാണ്. അപ്പോൾ ബൈബിളിലെ ക്യാരക്ടേഴ്സ്, ഇൻസിഡൻസ്, അതിലെ പല ഉള്ളടക്കങ്ങൾ പലയിടത്ത് വന്നിട്ടുണ്ട് പിൽക്കാലത്ത്. പലരും ക്ലെയിം ചെയ്തിട്ടുണ്ട്, പലരും പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊരു ക്ലെയിമിനപ്പുറത്തേക്ക് ക്ലബ്ബ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം ബൈബിളുമായിട്ടുള്ള വീക്ഷണഗതിയിൽ നിന്ന് ഖുറാൻ പാടെ തിരിഞ്ഞാണ് പോകുന്നത്. കാരണം ബൈബിളില് നമ്മളൊക്കെ അറിയുന്ന പോലെ അപ്പൻ മകളെ വിവാഹം കഴിച്ച സംഭവമുണ്ട്, അവിടെ വിഗ്രഹാരാധന നടത്തിയവരുണ്ട്, വഴിതെറ്റിപ്പോയ മനുഷ്യരുണ്ട്, തെറ്റ് ചെയ്ത് ഒത്തിരി കൊല നടത്തിയ ആൾക്കാരുണ്ട്. പക്ഷെ ഇതൊന്നും ദൈവ മനുഷ്യരെ പറ്റിയല്ല പറയുന്നത്. അതെല്ലാം തന്നെ ഒരു സംഭവത്തിലെ വില്ലൻ റോഡുകളിൽപ്പെട്ട ആളുകളെയാണ് ആ പറയുന്നത്. ഉദാഹരണം, യൂദ ഒറ്റിക്കൊടുത്തു, ആത്മഹത്യ ചെയ്തു. ലോത്ത്, അയാള് ദൈവ വഴിയെ വന്നില്ല, വഴിതെറ്റിപ്പോയ ആ മനുഷ്യനെ, ആള് നീതിമാനായിരുന്നു, വലഞ്ഞുപോയ നീതിമാൻ എന്ന് ബൈബിൾ പറയുന്നു. ദാവീദ് രാജാവായിരുന്നു, അദ്ദേഹത്തിന് തെറ്റ് സംഭവിച്ചു, ആ തെറ്റ് തൻ്റെ സൈനികന്റെ ഭാര്യയെ സ്വന്തമാക്കി. അപ്പൊ അതിന് ദൈവം ശിക്ഷ കൊടുക്കുന്നു. മനസ്താപത്തോടെ വന്നപ്പോൾ അദ്ദേഹത്തെ ഉൾക്കൊണ്ടും പോകുന്നു. ഇതുപോലെ കുറെ തെറ്റുപറ്റിയ കുറെ മനുഷ്യരുണ്ട്, നല്ല മനുഷ്യർ, അവരെ തിരിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ആകത്തുകയിൽ നോക്കിയാൽ പ്രവാചകന്മാർ പൊതുവെ ശീലിച്ചത് ഉയർന്ന ധാർമ്മിക ജീവിതമാണ്. മറ്റു മനുഷ്യരെങ്ങനെ പോയാലും ഉയർന്ന ധാർമ്മിക ജീവിതം. അപ്പൊ ഇവിടെ നമ്മൾ അറിയുന്ന പോലെ അന്ത്യപ്രവാചകൻ എല്ലാ പ്രവാചകന്മാരെയും ശരിവെക്കാൻ വന്നു, മുൻവേദങ്ങളെ ശരിവെക്കാൻ വന്ന, അതിൽ എന്തെങ്കിലും അപര്യാപ്തത ഉണ്ടെങ്കിൽ അത് പൂരിപ്പിക്കാൻ വന്ന മുഹമ്മദിന്റെ ധാർമ്മികത ഈ പ്രവാചകന്മാരുമായി ചേർത്ത് പറയുമ്പോൾ നിലനിൽപ്പില്ലാത്തതാണ്. ഒരുപക്ഷെ ഇസ്ലാമിക ലോകം നേരിടുന്ന ഏറ്റവും വലിയ സമകാലിക വെല്ലുവിളി മുഹമ്മദ് എന്ന മനുഷ്യന്റെ ഇത്തരത്തിലെ പ്രശ്നങ്ങളാണ് കൂടുതൽ. ഇന്ന് സോഷ്യൽ മീഡിയ
ഒക്കെ ചോദിക്കുന്നവരെ കുറ്റം പറയാൻ നമുക്കാവില്ല. അത് അള്ളാഹുടെ ദീർഘവീക്ഷണത്തിലോ മുഹമ്മദിന്റെ വീക്ഷണത്തിലോ ഇങ്ങനെയുള്ളൊരു കാലം വരുമ്പോൾ ഇത് വിചിന്തനം ചെയ്യുമെന്ന് അറിയാൻ അവർക്ക് കഴിയണമായിരുന്നു. അപ്പോ ഒരു പ്രവാചകന് സാധാരണ മനുഷ്യന് പോലും നിരക്കാത്തത് എന്ന് കരുതുന്ന ജീവിതം. അപ്പൊ അതിന് ഇസ്ലാമിക പണ്ഡിതന്മാര് കുറെയൊക്കെ വാദങ്ങൾ പറയാറുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോഴും തെറ്റ് തന്നെയാണ്. അപ്പൊ ആ തെറ്റുകൾക്കിടയിൽ വലിയ ക്ലെയിം, ഒരു ശരിയും കാണുന്നില്ല, വലിയ ക്ലെയിം കാണുന്നു. ഞാൻ വലിയ ആളാണ്, വലിയ പ്രവാചകനാണ്, ശ്രേഷ്ഠൻ എന്നൊക്കെയുള്ള ക്ലെയിം കാണുന്നു. പക്ഷേ ജീവിതത്തിന്റെ വസ്തുതയോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ വലിയ പരാജയം കാണുന്നു. വിശേഷിച്ച് മോറൽ ലൈഫ്. ഇനി അടുത്തൊന്ന്, നമ്മളിനി അദ്ദേഹത്തിലെ നന്മകൾ കണ്ട് എടുത്തു പറഞ്ഞാൽ നോക്കിയാൽ ആ നന്മകളൊക്കെ വളരെ ലീസ്റ്റ് ആയിട്ടുള്ള കുറെ കഥകളാണ്. അദ്ദേഹം പഠിപ്പിച്ച കഥകളാണ്. ജൂതന്റെ ഡെഡ് ബോഡി മുമ്പ് എഴുന്നേറ്റ് നിന്നു, ഉറുമ്പുകൾ ഇഴഞ്ഞു പോയപ്പോൾ അതിനെ ചുട്ടുകത്തിക്കല്ല് എന്ന് പറഞ്ഞെന്നു ഒക്കെ ഉള്ള വളരെ ഏതൊരു സാധാരണ മനുഷ്യനും അതിലും വലിയ കാര്യങ്ങൾ നിങ്ങളും ഞാനും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഏതെങ്കിലും പിന്നെ എടുത്തു പറയുന്നതിന്റെ പഠിപ്പിക്കലാണ്. പഠിപ്പിക്കലിൽ എന്തൊക്കെയോ മാന്യതക്കുണ്ടെന്നാണ്. അപ്പൊ അതിന്റെ പകിട്ട് പോലും പോകുന്ന തരത്തിൽ ഇപ്പുറത്ത് യുദ്ധം ചെയ്യാനും പറയുന്നുണ്ട്. ദാരുണമായി നിങ്ങൾ അവർ രൂക്ഷത കണ്ടെത്തുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരിക്കലും ബൈബിളിലൂടെ ഖുർആൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ദാവ പണ്ഡിതന്മാർ ഒരു അടവ് നയം സ്വീകരിക്കുന്നത്. അവർക്ക് വേണ്ട ചിലത് ബൈബിളിൽ നിന്ന് എടുത്തിട്ട് ചേരാതെ വരുമ്പോൾ പറയും ബൈബിള് മാറ്റത്തിരുത്തുകൾക്ക് വിധേയമായി. നമ്മൾ തെളിവ് ചോദിക്കും, ഖുറാനിൽ എവിടെയാണ് പറഞ്ഞേ? ഉത്തരം കാണില്ല. മാത്രമല്ല ഖുറാൻ നിരവധി വേദവചനങ്ങളിലൂടെ ബൈബിളിന്റെ അസ്തിത്വം ശരിവെക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തർക്കമില്ലാത്തത് കൊണ്ട് അത് കൂടുതൽ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം നിങ്ങൾ പൂർവ്വവേദങ്ങൾ എന്ന നിലയിൽ അതിനെ കാണാൻ ശ്രമിക്കുന്നു എന്നതുകൊണ്ട്. നല്ല വേദക്കാരുണ്ട് എന്ന് 3:113 പറയുന്നു. തോറ വായിക്കാൻ 3:93 പറയുന്നു. 32:23 പറയുന്നു. വേദക്കാരോട് നല്ല രീതിയിൽ നിങ്ങൾ സംവാദത്തിന് പോകണമെന്ന് പറയുന്നു. വേദക്കാരുടെ ദൈവവും മുസ്ലിങ്ങളുടെ ദൈവവും ഒന്നാണെന്ന് പറയുന്നു. നാം തന്നെയാണ് തോറയെ അവതരിപ്പിച്ചതെന്ന് 5:44 പറയുന്നു. ഈഞ്ചിൽ അനുസരിച്ച് വിധിക്കാൻ ക്രിസ്ത്യൻസ് വിധിക്കാൻ 5:47 പറയുന്നു. ഇതൊക്കെയാണ് പൊതുവിലുള്ള കാര്യം. ഒരു പോയിന്റ് കൂടെ പറഞ്ഞു നിർത്താം. ഈ പഴയ നിയമത്തിന് ശേഷം എന്തിനാണ് ഈസയ്ക്ക് ഇങ്ങനെ വേദം ഇറക്കി കൊടുത്തത് എന്നുള്ള ഒരു പ്രയോഗം കണ്ടു. ഈ ഇറക്കിക്കൊടുക്കൽ അല്ലെങ്കിൽ വഹി വരിക അല്ലെങ്കിൽ ഒരു ആശയം മറ്റൊരിടത്ത് ഇരുന്ന ഒരു കാര്യം ഇറക്കിക്കൊടുത്തു എന്ന നിലയിൽ ക്രൈസ്തവർ ബൈബിളിനെ കാണുന്നില്ല. ക്രൈസ്തവരുടെ ചിന്ത അത് ഒരു ഗ്രന്ഥമായി ഈ ബൈബിള് സ്വർഗത്തിരിക്കുകയും ദൈവം അത് താഴേക്ക് ഇറക്കി മനുഷ്യന്റെ പക്കൽ കൊടുത്തു എന്നൊരു ചിന്തയില്ല. പക്ഷെ കൽപ്പനകൾ അങ്ങനെ കൊടുത്തായിട്ട് കാണുന്നുണ്ട്. കൽപ്പനകൾ 613 കൽപ്പനകളിൽ 10 കൽപ്പനകൾ അങ്ങനെ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ബാക്കി അതിനോട് ചേർന്ന് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇതര കൽപ്പനകളെല്ലാം പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ ലിഖിത രൂപത്തിൽ എഴുതിയെടുക്കുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. ഡിക്റ്റേറ്ററെയൊക്കെ വെച്ച് എഴുതുകയാണ് കാണുന്നത്. ബൈബിളിന്റെ ഇൻസ്പിറേഷൻ സംബന്ധിച്ച് ക്രൈസ്തവർക്കുള്ള നിലപാട് ബൈബിളിന്റെ നിലപാടാണ്. അത് ആത്മനിയോഗം പ്രാപിച്ചിട്ട് മനുഷ്യൻ എഴുതിയാണ്. ആത്മനിയോഗത്താൽ മനുഷ്യൻ എഴുതിയ പുസ്തകമാണ്. അതല്ലാതെ സ്വർഗത്തിൽ ഇങ്ങനെ ഇരുന്ന ഒരു സാധനം സമയാസമയങ്ങളിൽ കുറെ മോശയ്ക്ക്, കുറെ ദാവീദിന്, കുറെ ഈസയ്ക്ക് ഇങ്ങനെ കൊടുത്തു എന്നൊരു കാഴ്ചപ്പാട് ഞങ്ങൾക്കില്ല. മറിച്ച് ദൈവത്തിന്റെ വെളിപ്പാട് പ്രോഗ്രസീവായി വരുന്നു. അത് എബ്രായ ലേഖനം 1:1 പറയുന്നു. ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാർ അരളിയിട്ട് അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരളി ചെയ്യുന്നു. ഇനി അടുത്തത് ഖുറാനും അങ്ങനെ ഇറക്കിയെന്ന് ദാവക്കാര് പറയുമെങ്കിലും അത് അങ്ങനെ കരുതാൻ നിർവാഹമില്ല. 50,000 വർഷങ്ങൾക്കപ്പുറത്ത് സ്വർഗത്തിലൊരു വലകത്തിൽ അത് എഴുതി വെച്ചു എന്നാണ് വാദം. പക്ഷെ അങ്ങനെ എഴുതി വെക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ആളുകളെ പരിഹസിക്കുന്ന തരത്തില്, മുഹമ്മദിന്റെ ശത്രുക്കളെ പരിഹസിക്കുന്ന തരത്തില് വചനങ്ങൾ വരുന്നത് എങ്ങനെയാണ്? അപ്പോ ഉദാഹരണം ഒത്തിരി ഇതിനകത്ത് പറയാനുണ്ട്, ഞാൻ അതിലേക്കെല്ലാം പോകുന്നില്ല. മറ്റൊന്ന്, ഈ ചില സന്ദർഭങ്ങൾ, ചില വിവാഹ സന്ദർഭങ്ങൾ വരുന്നു, യുദ്ധ സന്ദർഭങ്ങൾ വരുന്നു. ഇതൊക്കെ ലോക്കൽ റീസൺസ് ആണ്, ലോക്കൽ ആയിട്ടുള്ള റീസൺസ് ആണ്. ഒരു പ്രദേശത്ത് നടക്കുന്ന ചെറിയൊരു കാര്യം. അപ്പോ നമുക്ക് ജ്വാല എന്ന ഒരു അധ്യായം ഉണ്ടല്ലോ. അപ്പോ അതായത് അൽ മസദ് എന്ന് പറയുന്നത് അതിന്റെ ഇത് കാര്യം തന്നെ നബിയുടെ പിതൃ സഹോദരൻ ഉണ്ടല്ലോ അബൂലഹബുമായി ബന്ധപ്പെട്ടതാണ്. അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിച്ചു പോകട്ടെ, അവൻ നശിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. അവന്റെ സ്വത്ത് അവൻ സമ്പാദിച്ചതും അവന് പ്രയോജനപ്പെടുകയില്ല. ജ്വാലയുള്ള അഗ്നിയിൽ പിന്നീട് അവൻ പ്രവേശിക്കും, അവന്റെ ഭാര്യയും പ്രവേശിക്കും. അതേ ആ വിറക് ചുമക്കുന്നവൾ, അപവാദമായി നടക്കുന്നവൾ,
അവളുടെ കഴുത്തിൽ ഈത്തപ്പന നാരുകൊണ്ടുള്ള പിരിച്ച കയറുണ്ട്. ഇതൊക്കെ സ്വർഗത്തിലെ ഒരു ഗ്രന്ഥത്തില് മഹത്തരമായി, അതായത് ബൈബിളിന്റെയും ഇഞ്ചിലിന്റെ ഒക്കെ കുറവ് തീർക്കാൻ വേണ്ടി ഉണ്ടായി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇത്ര നിസാരമായ കാര്യം, അതായത് മുഹമ്മദിന്റെ പിതൃ സഹോദരന്റെ പേരാണ് അബൂലഹബ്. അപ്പൊ ഈ അബൂലഹബിന്റെ ഭാര്യ മുഹമ്മദ് നടന്നു പോകുന്ന വഴിയിലേക്ക് അദ്ദേഹത്തോടുള്ള വെറുപ്പോ വിദ്വേഷമോ കൊണ്ട് വഴി തടയത്തക്ക വിധത്തിലോ മറ്റോ കുറെ കാട് വെട്ടിയിട്ടു. അത് ക്ഷമിക്കുകയോ എതിർക്കുകയോ ആകാം, അവരെ രണ്ട് തല്ലീനം കുട്ടിക്കും, അതുപോലും അവിടെ പൊക്കോട്ടെ, അങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെ മുഹമ്മദ് എന്തെങ്കിലും പറഞ്ഞു. അതിന് പകരം ഇവിടെ ഒരു ആയത്ത് അവതരിക്കുകയാണ്, 111. ഒരായത്തിലൂടെ സംസാരിക്കേണ്ട വിഷയമാണ് ഇത്, ഈ അബൂലഹബിന്റെ കാര്യം. ഇപ്പൊ ഈ അബൂലഹബിന്റെ മക്കളൊക്കെ പിന്നീട് വന്ന് വിശ്വാസികളാകുകയും ചെയ്യുന്നുണ്ട്. ഈ അബൂലഹബിന്റെ മക്കളെ ഗതിയോട് ഓർക്കണം, അവര് നിന്നുകൊണ്ട് അപ്പന്റെ രണ്ട് കൈ നശിക്കട്ടെ, അവന്റെ അമ്മയെക്കുറിച്ച് അപവാദം പറയുന്ന വിറക് ചുമട്ടുകാരി എന്നൊക്കെ പറയേണ്ടി വരിക. ഇത്തരത്തിലെ കാര്യങ്ങൾ നിങ്ങൾ സ്വതന്ത്രമായി ചിന്തിക്കുക. ഇതൊക്കെ സ്വർഗത്തിൽ ഇങ്ങനെ ഇരുന്നതാണോ? അത്തരം ഒരു പുസ്തകത്തിൽ വരുന്നതാണോ? പിന്നെയുള്ളത് 33 66 രണ്ട് അധ്യായങ്ങൾ, വളരെ വിവാദ അധ്യായങ്ങൾ. അത് രണ്ടും മുഹമ്മദിന്റെ നിഷിദ്ധ സംഗമങ്ങളാണ്. അത് നിഷേധിക്കപ്പെട്ട പാടില്ലാത്ത രണ്ട് ബന്ധങ്ങളാണ്. ഒന്ന് വളർത്തുപുത്രന്റെ മകളും മറ്റൊന്ന് നമ്മുടെ എന്താ പറയുന്ന മാരിയത്തിൽ കിൽബിയെ ആയിട്ട് സെക്സ് ചെയ്യുന്നതുമായ കഥകളാണ്. ഇനി അതിലെ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ 33 അധ്യായത്തില് ഈ ദത്തുപുത്ര സംഭവം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് ഇത് അവതരിക്കുന്ന പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് അവതരിക്കുന്നതിന് മുമ്പാണ് ഈ വിഷയം നടക്കുന്നത്. അപ്പോൾ നിയമം ആവിഷ്കരിക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്? നിയമം പറഞ്ഞിട്ട് വേണം അവിടെ ഈ കാര്യം ചെയ്യാൻ. അപ്പം നിയമം ഇല്ലാത്തയിടത്ത്, നിയമം ഉള്ളിടത്ത് ഒരു നിയമലംഘനം വരുന്നു. അതായത് ഈ ആയത്ത് വരും മുമ്പ് ഇവർ തെറ്റ് ചെയ്യുന്നു, തെറ്റോ ആ പ്രവൃത്തി ചെയ്യുന്നു. ഇസ്ലാമിൽ അത് തെറ്റോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ആ തെറ്റിനെ സാധൂകരിച്ച് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് വരുന്നത്. ഇതുമൊക്കെ ഈ പടച്ചവനെയും ദത്തുപുത്ര സമ്പ്രദായത്തോട് വിരോധം ഉണ്ടെങ്കിൽ അതൊരു ആയത്ത് വഴി പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇനി അത് പാടില്ല. തമ്പുരാൻ പറഞ്ഞാൽ കേൾക്കണം. കേൾക്കാത്ത മനുഷ്യനല്ലല്ലോ, അതിലും വലിയ കാര്യങ്ങൾ ചെയ്തല്ലോ. ഇതിന് പകരം മുഹമ്മദ് വളർത്തു മകന്റെ ഭാര്യയെ വിവാഹം കഴിക്കേണ്ടി വരുന്നു. അതിനുശേഷം അത് ഇസ്ലാമിനെ ശരിയാക്കി മാറ്റുന്നു. അപ്പൊ ഇതൊക്കെ ഒരു സ്വർഗീയ ഗ്രന്ഥമാണ് എന്ന്, അതിനകത്ത് എന്തെങ്കിലും ഒരു ആത്മീയ ഇൻസ്പിറേഷൻ ഉണ്ടെന്ന് വിശ്വസിക്കുക അത്ര എളുപ്പമല്ല. അപ്പൊ ആ ഒരു പ്രശ്നം കൂടെ ഞങ്ങൾ സുഹൃത്തിന്റെ മുമ്പിൽ വെക്കുന്നു. താങ്കളുടെ ഒരു പ്രതികരണം കേട്ടിട്ട് നമുക്ക് അടുത്ത ചർച്ചകളിലേക്ക് കിടക്കാം. ഓക്കെ, ഇപ്പം ഫാദർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് സബ്ജക്റ്റുകൾ പറഞ്ഞു. അപ്പോൾ അതിന്റെ എല്ലാം കൂടെ മറുപടി എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ ഫാദർ ആദ്യം പറഞ്ഞതില് നമ്മളിപ്പം നമുക്ക് ഖുർആനിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പൂർവ്വ വേദഗ്രന്ഥങ്ങളിലേക്ക് സെർച്ച് ചെയ്യണം എന്നാണ് ഖുർആനിലുള്ളതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ അതില് ഫാദർ പറഞ്ഞത് ഈ ഞങ്ങൾ അന്വേഷിക്കുന്ന മുഹമ്മദ് നബി വേദഗ്രന്ഥത്തിലെ ഈ പറഞ്ഞ മുഹമ്മദ് നബി അല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ നമ്മൾ മുഹമ്മദ് നബിയെ അല്ല തൊട്ട മുമ്പത്തെ വേദഗ്രന്ഥത്തിൽ അന്വേഷിച്ചു. അപ്പൊ ഞാൻ അന്വേഷിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ബലി അറുക്കൽ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. ഈ ബലി പെരുന്നാളിന് ഈ സ്വന്തം പുത്രനെ ബലി നൽകാൻ വേണ്ടി ബലി അറുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി. പക്ഷെ ഖുർആന്റെ ആയത്തിൽ നോക്കിയിട്ട് എനിക്ക് അതിൽ ബലി ഇങ്ങനെ ഒരു മൃഗത്തെ അറക്കണം എന്നൊന്നും വ്യക്തമായിട്ടൊരു ധാരണയില്ല. അപ്പോ എബ്രഹാമിന്റെ പിന്നീട് വരുന്ന സന്തതികൾ എന്തായാലും ആ ഒരു കാര്യം പിന്തുടർന്നിട്ടുണ്ടാവുമല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇത് വായിച്ചപ്പോൾ ബലി എന്ന് പറഞ്ഞാല് അത് കഴുത്തിൽ കത്തി വെച്ച് അറക്കല്ല, അത് ദൈവത്തിലേക്കുള്ള ഒരു ആത്മസമർപ്പണമാണ് എന്നൊരു കാര്യം എനിക്ക് പൂർവ്വ വേദഗ്രന്ഥങ്ങളിൽ കിട്ടി. അപ്പോ ഞാൻ ഒന്ന് രണ്ട് എന്നോട് ഈ കാര്യം സംസാരിച്ച ആളോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഈ ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ എഴുതി വെച്ച് കാണാം, ദിവ്യബലി രാവിലെ 8 മണിന്നോ ഇങ്ങനെയൊക്കെ ബോർഡൊക്കെ കാണാം. അപ്പൊ അവിടെ അറവൊന്നല്ല നടക്കുന്നത്, അതൊരു ആത്മസമർപ്പണമാണ്, ദൈവമാർഗത്തിലേക്കുള്ള ഒരു ആത്മസമർപ്പണമാണ് ബലി എന്നാണ് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു. അല്ലാതെ ഇപ്പോ നിരപരാധികളായ ഒരുപാട് മൃഗങ്ങളെ അറക്കുന്ന രീതിയല്ല ആ പറഞ്ഞത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് ബലി എന്ന് പറയുന്ന എൻ്റെ ഒരു ഡൗട്ട്, ഖുർആനിൽ പറഞ്ഞ ഡൗട്ട് ഞാൻ ക്ലാരിഫൈ ചെയ്തത് ഈ പറഞ്ഞ പൂർവ്വ വേദഗ്രന്ഥങ്ങളിൽ നിന്നാണ്. ഇനി ഫാദർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അതിനൊക്കെ ഇപ്പം മറുപടി പറയാന്ന് പറഞ്ഞാല് ഒരു പ്രയാസമുണ്ട്. ഓക്കെ, ഇനി ഫാദർ പറഞ്ഞു.
ഞാൻ ചോദ്യമല്ല വെച്ചത്. ഞാൻ അതിന്റെ ഒരു ഇവിടെ ഉയർന്നു കേട്ട ചർച്ചകൾക്കൊരു പ്രതികരണം പറഞ്ഞിട്ട് ചോദ്യം ചോദിച്ചതാണ്. അതായത് ഒന്ന്, ഈ വിശുദ്ധ ലിഖിതങ്ങളുടെ വഴി അതെങ്ങനെയാണ് ജനങ്ങളിലേക്ക് ചെന്നത് എന്നുള്ളൊരു കാര്യം. മറ്റൊന്ന്, ഞങ്ങളെപ്പോഴും പറയാറുണ്ട് ബൈബിളിനെ പറ്റി, ഈ ബൈബിളിലാണ് ദൈവവചനം ഉള്ളത്. ബൈബിളിൽ ദൈവവചനമുണ്ട്. അവിടെ മനുഷ്യന്റെ വാക്കുണ്ട്, അവിടെ രാജാവിന്റെ ആജ്ഞയുണ്ട്, മന്ത്രിയുടെ മറുപടിയുണ്ട്, ഭാര്യ പറഞ്ഞതുണ്ട്, ഭർത്താവ് പറഞ്ഞതുണ്ട്, അതുപോലെ സൈനികൻ പറഞ്ഞതുണ്ട്, സേവകൻ പറഞ്ഞതുണ്ട്, ദൈവം പറഞ്ഞതുണ്ട്, പൗലോസ് പറഞ്ഞതുണ്ട്, മനുഷ്യര് പറഞ്ഞതുണ്ട്, പിശാചുക്കൾ പറഞ്ഞതുണ്ട്. ഇതിന്റെ ഉള്ളിലെ സത്ത, അതിന്റെ ഉള്ളിലെ ത്രെഡ്, അതിന്റെ സമഗ്രതയിലാണ് അത് ദൈവവചനം ഉള്ളത്. പലപ്പോഴും ഈ ആളുകള് ഖുർആനെ കാണുന്ന പോലെ ബൈബിളിനെ കണ്ട് വിമർശനത്തിന് വരും. അപ്പൊ അങ്ങനെയല്ല അത് വരുന്നത്. മറിച്ച് അതിന്റെ ആകത്തുകയിൽ ആ ത്രെഡാണ് ദൈവവചനമായിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ അതിനെ ആ പശ്ചാത്തലത്തെ ബോധ്യപ്പെടാനും വസ്തുതയെ അതിന്റെ ഉള്ളളവ് ഗ്രഹിക്കാനുമുള്ള കാര്യങ്ങളാണ്. അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറയുന്ന പോലുള്ള കാര്യങ്ങളാണ്. അപ്പോ അതെ ആ, അതെ. അപ്പൊ അപ്പം ഈ ഇതേപോലെ പറഞ്ഞോളൂ. അപ്പോ ഈ വേദഗ്രന്ഥങ്ങളിൽ ആകെ തുക എന്ന് പറഞ്ഞത് ഖുർആനിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് വർഷിപ്പ് ഓൺലി ഗോഡ്, ദൈവത്തെ മാത്രം ആരാധിക്കുക, ദൈവത്തിന് യാതൊരു പങ്കുകാരില്ല, നോ പാർട്ട്ണർഷിപ്പ് ഉള്ളതിനെ ദൈവം എന്ന് പറയില്ലല്ലോ. അപ്പോ ആ ഒരു കാര്യവും പിന്നെ ഹൗ ടു ദൈവം നമ്മെ സൃഷ്ടിച്ചു, ദൈവം നമ്മെ അതിന്റെ എല്ലാവിധ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഒരുക്കി നമ്മളെ സൃഷ്ടിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്ന് ഈ മൂസ വഴിയും ഇബ്രാഹിം വഴിയും ഈസാ നബി വഴിയും യാക്കൂബ് നബി വഴിയും എല്ലാ പ്രവാചകന്മാർ വഴിയും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചതിൽ അവർ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നാ പറയുന്നത്. അപ്പം പിന്നീട് ഇതിപ്പോ ഓരോ മതത്തിൽ ഓരോ പ്രവാചകന്മാർ വരുമ്പോഴും നമ്മളതാണ് ശരി നിങ്ങളൊന്നും അല്ല എന്നുള്ള രീതിയിലുള്ള ഒരു വ്യാഖ്യാനങ്ങൾ എല്ലാ മതവിഭാഗവും നടത്തുന്നുണ്ട്. അത് സത്യമാണ്. ഇപ്പം ജൂതന്മാർ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ജൂതന്മാർ പറയും നസാറ ക്രിസ്ത്യാനികളിൽ ഒന്നുമില്ല ഞങ്ങളാണ് ഓക്കെ, നസാറാക്കൾ പറയും ജൂതന്മാരിൽ ഒന്നുമില്ല അല്ലെങ്കിൽ മുസ്ലിങ്ങളിൽ ഒന്നുമില്ല ഞങ്ങളതാണ് ഓക്കെ. അപ്പോ ഈ ദൈവം അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഈ ജൂതനും ക്രിസ്ത്യനും വരുന്നതിന് മുമ്പാണ് ഇബ്രാഹിം വന്നത്. ആ ഇബ്രാഹിം ഒരു മുസ്ലിം ആയിരുന്നു. ആ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ട്രഡീഷണൽ മുസ്ലിം അല്ല. അത് പറയാം, ഇന്നത്തെ ട്രഡീഷണൽ മുസ്ലിം ഇബ്രാഹിം നബി യാതൊരു ബന്ധം. ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ പങ്കു ചേർക്കാത്ത ശുദ്ധ മനസ്കനായ ഒരു മനുഷ്യനായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. ആ ഇബ്രാഹിമിന്റെ പേരിലാണ് ഇന്ന് മക്ക എന്ന് പറയുന്നതിൽ ഒരു 4 ഖുറൈശികൾ മുമ്പ് ഉണ്ടാക്കിയ ഒരു ചതുര ക്ഷേത്രം 7 പ്രാവശ്യം വലം വെച്ച് അവിടെ കാട്ടിക്കൂട്ടാത്ത ശിർക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തെ പങ്കു ചേർക്കുന്നത് ദൈവം ഒരിക്കലും പൊറുക്കില്ല എന്നാണ് ആ ഒരു സംഗതി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളിപ്പം ദി വേ ഓഫ് എബ്രഹാം എന്ന് പറഞ്ഞ ലൈനിലാണ്, അതിൽ പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതിലൊരു കാര്യമുണ്ട്. മ്യൂട്ട് ചെയ്യണം. അതായത് മ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് സൗണ്ട് വരുന്നത്. അതിലെ കാര്യം ഈ പിന്നെ ജൂതന്മാർ പറയുന്നു ക്രൈസ്തവർക്ക് അടിസ്ഥാനം ഇല്ല, ക്രൈസ്തവർ പറയുന്നു ജൂതന്മാർക്ക് അടിസ്ഥാനം ഇല്ല. അങ്ങനെ ഒരു വാദം ക്രൈസ്തവർക്കില്ല. ജൂതന് അടിസ്ഥാനം ഉണ്ടെന്ന് തന്നെയാണ് ക്രൈസ്തവ ചിന്ത. ക്രൈസ്തവരെ ജൂതൻ എതിർക്കുന്നത് യേശുക്രിസ്തു മശിഹയല്ല, അവർ മറ്റൊരാളെ കാത്തിരിക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ശരിയാണെന്ന് പറയാം. ക്രിസ്ത്യാനിറ്റിയെ പറ്റിയുള്ള ജൂതന്റെ ഒരു സ്വഭാവം അതാണെന്ന് വേണമെങ്കിൽ പറയാം, ജൂതമത വക്താക്കളുടെ. എന്നാൽ തിരിച്ചങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. ജൂതമതം എന്തോ അടിസ്ഥാനമില്ലാത്തതാണെന്നോ അതിന് അപര്യാപ്തതയുണ്ടെന്നോ ക്രൈസ്തവർ കരുതുന്നില്ല. ജൂതമതത്തിന്റെ അപര്യാപ്തത ഇത്രേ ഉള്ളൂ, അതിന്റെ അന്വേഷണം തുടർന്നില്ല. അവര് വാഗ്ദത്ത മശിയെ എഗ്രി ചെയ്തില്ല, അത് പാതി വഴി വന്ന് നിൽക്കുന്നു. അതാണ് ക്രൈസ്തവ വിശ്വാസം. പക്ഷെ അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളെ ക്രിസ്ത്യാനിറ്റി തള്ളുന്നില്ല. ഇനി ഇവർ തമ്മിലെടുത്താൽ ഇവിടെയാണ് നിങ്ങൾ പറഞ്ഞതിലൊരു ഉത്തരവുണ്ട്. അതായത് അബ്രഹാം പറയുന്നു, അല്ലെങ്കിൽ അബ്രഹാം ഒരു ദൈവത്തെ പരിചയപ്പെടുത്തുന്നു, ഇസാക്ക് അത് തുടരുന്നു. ഇതിൽ നിന്ന് വിഭിന്നമായിട്ട് ക്രൈസ്തവർക്കും വേറൊരു കാഴ്ചപ്പാടില്ല. അതുകൊണ്ട് അബ്രഹാമിന്റെ, ഇസാക്കിന്റെ, യാക്കോബിന്റെ ദൈവമാണ് ക്രൈസ്തവരുടെയും ദൈവം. പക്ഷെ ദൈവത്തെക്കുറിച്ചുള്ള
ഓൾഡ് ടെസ്റ്റമെന്റിലെ റെവലേഷൻ അത് സമ്പൂർണ്ണമല്ല. അപ്പൊ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിലൂടെയാണ് ദൈവത്തിന്റെ സമ്പൂർണ്ണ വെളിപ്പാട് ഭൂമിയിൽ കിട്ടുന്നത്, മനുഷ്യർക്ക് കിട്ടുന്നത്. അതിനെ ഖുർആൻ എതിർക്കുന്നു. അത് പ്രശ്നമില്ല, അതൊരു ഐഡിയോളജിക്കൽ എതിർപ്പായുണ്ട്, ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ അതിന്റെ വിഷയം അത്തരമൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ, അതായത് ഈ നമ്മുടെ ക്രിസ്ത്യാനികൾ യേശുവിനെ ദൈവപുത്രൻ എന്ന് കണ്ടു, അപ്പൊ അങ്ങനെ മുഹമ്മദിനൊരു പരാതി ഉണ്ട്, അല്ലെ ഖുറാനിൽ കാണുന്നുണ്ട്. അപ്പോ അതിന് ഒരു തെറ്റുമുണ്ട് ആ വാചകത്തിൽ. 9:30 തൗബ എന്ന് പറയുന്ന ആ ചാപ്റ്ററിലാണ് അവിടെ പറയുന്നത്, ക്രൈസ്തവര് യഹൂദന്മാര് ഉസൈറിനെ ദൈവപുത്രനാക്കി, ക്രിസ്ത്യാനികൾ യേശുവിനെ ദൈവപുത്രനാക്കി, ഈസയാക്കി. ഇതിലെ തെറ്റെന്താന്ന് വെച്ചാൽ, ആദ്യത്തെ തെറ്റാണ്. ഉസൈർ എന്ന് പറഞ്ഞാൽ എസ്രയാണ്. എസ്ര എന്ന് പറയുന്ന ക്യാരക്ടർ ഇവർക്കൊരു പ്രവാചകൻ പോലും അല്ല, അദ്ദേഹം ഒരു റീഫോർമറാണ്. ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സിനാരിയോയിൽ